We thank the Lord for His precious word, His ministering to us on every Wednesday. We have been listening to God's word, which has been unfolding and revealing unto us about our progressive salvation. ഈ പുരോഗമന രക്ഷയെക്കുറിച്ച് ദൈവം നമ്മളോട് ഇടപെടുകയും നമ്മളോട് ഇത് വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുവരുന്നു. The Lord has been opening our eyes to see about this salvation which is progressive. ഈ രക്ഷ, ഈ പുരോഗമന രക്ഷയെക്കുറിച്ച് ദൈവം നമ്മളെ ദിവസങ്ങളിൽ പല രീതിയിലും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചു. Now our soul is being saved, ഇപ്പോൾ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. And our body shall be redeemed. ദൈവം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി രക്ഷിക്കും. He has delivered us. ദൈവം നമ്മളെ രക്ഷിച്ചു. He is delivering us. അവൻ നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. And He will yet deliver us. നമ്മെ പൂർണ്ണമായി വിടുവിക്കും. So we saw very clearly the realm of our soul, നമ്മുടെ പ്രാണന്റെ തലം എന്നത് നമ്മൾ സ്പഷ്ടമായി കണ്ടത്, which is our intellect. പ്രാണന്റെ തലത്തിലാണ് നമ്മുടെ the realm of our thinking, നമ്മുടെ ചിന്താശക്തി, ഇച്ഛാശക്തി, the realm of our mind, നമ്മുടെ വികാരത്തിന്റെ, how God wants to save our mind, our thought. ദൈവം നമ്മുടെ ചിന്തയും ദൈവം പ്രകാരം നമ്മുടെ and bring us into the realm of His thinking and His mind. മാറ്റുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അവന്റെ ഹിതത്തിലേക്ക് നമ്മെ പൂർണ്ണമായി മാറ്റുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. Yes, He wants to change our thoughts and our mind into His thoughts and His mind. ദൈവം നമ്മുടെ ഇച്ഛകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും അവന്റെ ഹിതത്തിലേക്ക് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. He wants to change our emotions, our feelings to His emotions and His feelings. നമ്മുടെ വികാരങ്ങളെ മാറ്റി അവന്റെ വികാരങ്ങളാക്കി തീർക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ അവന്റെ ആഗ്രഹങ്ങളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതാകുന്നു വളർച്ച. ഇതാകുന്നു ആത്മീയ വളർച്ച. To grow, we must be willing to change. വളരുവാനായി നമ്മൾ മാറ്റപ്പെടുവാൻ തയ്യാറാണ്. Many talk about spiritual growth. ഇന്ന് അനേകർ മാറ്റത്തെക്കുറിച്ച് പറയുന്നു, വളർച്ചയെക്കുറിച്ച് പറയുന്നു. Growth is not more biblical knowledge. It's not more interest in prayer, more interest in having meetings. The true spiritual growth is change. വളർച്ച എന്ന് പറയുന്നത് അധികം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതോ ഇല്ലെങ്കിൽ അധികം ജ്ഞാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നതോ അധികം ബൈബിൾ പരിജ്ഞാനം ലഭിക്കുന്നതോ അല്ല. വളർച്ച എന്ന് പറയുന്നത് മാറ്റത്തിന് തയ്യാറാകുന്നു. is change from what we are to what He is. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനായിരിക്കുന്ന സ്ഥാനത്തേക്ക് ഉയരുന്നത്. അതാകുന്നു യഥാർത്ഥ ആത്മീയ വളർച്ച. So our emotions and our feelings are changed to His emotions, changed for His emotions. നമ്മുടെ വികാരങ്ങൾ അവന്റെ വികാരങ്ങളായി മാറുകയും നമ്മുടെ താല്പര്യങ്ങൾ അവന്റെ താല്പര്യങ്ങളായി മാറുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വളർച്ച. How we must let go our feelings. നമ്മുടെ വികാരങ്ങളെ വിട്ടുകളയുവാൻ തയ്യാറുള്ള ഒരു അവസ്ഥ. How we must let go our thinking. എന്റെ ചിന്തകളെ വിട്ടുകളയുവാനുള്ള how we must let go our emotions. എന്റെ വികാരങ്ങൾ എന്റെ താല്പര്യങ്ങളെയും വിട്ടുവിടുവാൻ തയ്യാറാണ്. This is growth. അവിടെയാണ് വളർച്ച. അതാകുന്നു വളർച്ച. വളർച്ച എന്ന് പറയുന്നത് മാറ്റാൻ തയ്യാറാകുന്നു. Again we heard the third realm of our soul is the realm of our will. നമ്മുടെ ഹിതത്തിന്റെ ഒരു തലമാണ് where we have our നമ്മുടെ പ്രാണനിൽ ഉൾക്കൊള്ളിരിക്കുന്നതാണ് നമ്മുടെ our decisions, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ. ദൈവം നമ്മളോട് വ്യക്തമായി ഇടപെട്ട കാര്യം, we need to surrender and change our decisions to His decisions. നമ്മുടെ തീരുമാനങ്ങളെ അവന്റെ തീരുമാനങ്ങളിലാക്കി ഏൽപ്പിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് how we need to change our will for His will.
നമ്മുടെ ഹിതങ്ങളെ അവന്റെ how we ഹിതത്തിനായി need to ഏൽപ്പിച്ചു let our കൊടുക്കുന്ന ഒരു choices, തയ്യാറെടുപ്പ്. go and that we yield to His choice in our lives. നമ്മുടെ താല്പര്യങ്ങളെ മാറ്റിവെച്ച് വിട്ടുകളഞ്ഞ് അവന്റെ So we താല്പര്യങ്ങളെ thank God for all ഏറ്റെടുക്കുന്ന that അവസ്ഥ. God's word has taught us during our meditations in the past. ഈ കഴിഞ്ഞ ധ്യാനങ്ങൾ കൂടിയൊക്കെ ദൈവം നമ്മളോട് And the Lord made it ഇടപെട്ടതും very clear to സംസാരിച്ച us എല്ലാ that this വചനത്തിനായി is ദൈവത്തെ God's സ്തുതിക്കുന്നു. way. ഇതാകുന്നു ദൈവവഴി Now we എന്ന് would have നമ്മളോട് struggles വളരെ വ്യക്തമായി to ദൈവം walk നമ്മളോട് this way. സംസാരിച്ചു. ഈ വഴിയിൽ നടപ്പാൻ നമുക്ക് And it's a പ്രയാസവും reality. ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. If we want to do His will, we must let go our will. നമ്മൾ അവന്റെ ഹിതത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ Now that ഹിതത്തെ would sound very, തയ്യാറായിരിക്കണം. that would be difficult. അത് But is there another choice? എനിക്കറിയാം. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. It is God who would help us. ദൈവം നമ്മെ When സഹായിക്കും. we will to do His will, അവന്റെ ഹിതം ചെയ്യുവാനായി ഞാൻ then He will give us the grace. അവൻ കൃപ നൽകും. We saw ആ ഹിതം also ചെയ്യുവാൻ. one Wednesday that He is the one who wills in us. അവനാകുന്നു ഇച്ഛിക്കുവാൻ ശക്തി നൽകുന്നത് എന്ന് നമ്മൾ ഒരു ബുധനാഴ്ച And He will help us. അവൻ Now, we സഹായിക്കും. saw this word. I know that the carnal mind will not accept it. ഈ ജഡീക മനസ്സ് ഇത് It would like to have തയ്യാറല്ല its എന്ന് way. എനിക്കറിയാം. But ജഡീക I want to മനസ്സിന് say, അതിന്റെ if you വഴികളെ want to grow, താല്പര്യപ്പെടുന്നു. I want to grow. This is God's word, and we have no പക്ഷേ, choice for. ദൈവഹിതത്തിലും ദൈവ വഴികളിലും നമ്മൾ നടപ്പാനും വളരുവാൻ So ആഗ്രഹിക്കുന്നു. let's listen to ഇതാകുന്നു God's മാർഗം, word. വേറെ മാർഗങ്ങളില്ല. We heard last week about repentance. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച Repentance മാനസാന്തരത്തെ is കുറിച്ച് not a bad word, but മാനസാന്തരം എന്ന് it's a പറയുന്നത് key ഒരു word for progressive salvation. മോശവാക്കല്ല. പക്ഷേ അത് വളരുവാൻ ഈ We heard പുരോഗമനമായ several things last രക്ഷയെ week. വളരുവാൻ ഒരു For many people, repentance is one experience അനേകർക്ക് ഇന്ന് through മാനസാന്തരം which ഒരു they come into അനുഭവം salvation. ഒരു സമയത്തുള്ള അനുഭവം. ആ And then അനുഭവത്തിൽ കൂടെ അവർ repentance is രക്ഷയിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ വെച്ച് മാനസാന്തരം then കഴിഞ്ഞു. there are those people who always get saved in a time of conventions or season of conventions. They have no proper foundation in their lives. ഓരോ കൺവെൻഷനുകളിലും അവർ Then there are those who are രക്ഷിക്കപ്പെടാനായിട്ട് തയ്യാറെടുക്കുന്നു. അവർ genuinely മുന്നോട്ട് experience the പോകുന്നു. Lord in their lives. അവർക്ക് അങ്ങനെയുള്ളൊരു ശരിയായിട്ട് അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് but somebody said to them, ശ്രമിക്കുന്നു. All പക്ഷെ things മറ്റു have become ചിലർ new in your രക്ഷ life. അനുഭവിച്ചവർ But then they begin to see the nature, that sin, പക്ഷേ those things coming up again into their lives. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പുതിയതായി തീർന്നു. And so in frustration they go back to the Lord. പക്ഷെ എങ്കിലും അവരുടെ Or they ജീവിതത്തിൽ go ആ പുതുമ back to an അനുഭവിക്കുന്നില്ല. altar അവരുടെ call. പഴയ പലതും പുറത്തു വരുന്നതായിട്ട് അവർ They അനുഭവിക്കുമ്പോൾ get saved again and അവർ again and ഈ again. ഒരു വിഷമത്തിൽ അവർ മടങ്ങി Because there is ദൈവത്തിലേക്ക് no വരുന്നു. proper അവർ foundation വീണ്ടും of repentance laid in അവരെ them. തന്നെ ഏൽപ്പിക്കുന്നു. അവർ വീണ്ടും വീണ്ടും As we have heard many രക്ഷിക്കപ്പെടാനായിട്ട് times, അവർ we repent മുന്നോട്ട് പോകുന്നു. കാരണം and lay a അവരുടെയും strong ജീവിതത്തിൽ ഒരു repentance ശരിയായിട്ടുള്ള ഒരു foundation in our അടിസ്ഥാനമില്ല. lives. നമ്മൾ പലപ്പോഴും കേട്ടതുപോലെ And we continue നമ്മൾ to live a മാനസാന്തരപ്പെടും. life of repentance. മാനസാന്തരത്തിന്റെ ഒരു ആഴമുള്ള ഒരു അടിസ്ഥാനം ഇടുകയും Yes, once അതിനുശേഷം repent and live a repented life. മാനസാന്തരത്തിന്റെ ജീവിതത്തിൽ തുടർമാനമായി ജീവിക്കണം. That kind of foundation is necessary for us. ഒരു പ്രാവശ്യം We continue to turn and the light comes into our lives. ഒരു ജീവിത ശൈലിയായി തീരണം. അത് വളരെ ആവശ്യമാണ്. As the light comes into our lives, we begin ദൈവം നമ്മുടെ to turn to ജീവിതത്തിൽ Him തരുന്ന വെളിച്ചത്തിൽ നമ്മൾ തുടർമാനമായി again and again. That is what it means to have a repented വെളിച്ചം നമ്മുടെ life. ജീവിതത്തിൽ വരുമ്പോഴും ഒക്കെയും Once we repent, ഇതാകുന്നു then മാനസാന്തരം. we continue to turn to God as the light comes into our lives. അതാകുന്നു മാനസാന്തര ജീവിതം എന്നതിന്റെ അർത്ഥം. So we ഒരു heard very പ്രാവശ്യം clearly last മാനസാന്തരപ്പെട്ട week, ശേഷം repentance is a blessed attitude നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വരുന്തോറും നമ്മൾ that every believer who aspires to have an overcoming life.
കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണാനിരുന്നു. മാനസാന്തരം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട മനോഭാവമാണ്. Everyone who wants to അതിജീവിക്കാൻ walk and overcome in ആഗ്രഹിക്കുന്ന life, വിശ്വാസിക്കും ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. then we must have that blessed attitude of repentance. അതിജീവിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും. We also heard towards the end, repentance is a change of mind. മാനസാന്തരത്തിന്റെ എന്ന അനുഗ്രഹിക്കപ്പെട്ട മനോഭാവം ഏവർക്കും When you ആവശ്യമാണ്. find the word turn or return in the scriptures, മനസ്സിന്റെ ഒരു അന്തരമാണ് what it മാനസാന്തരം. means is our minds to be തിരിക turned എന്ന towards വാക്ക് God. കേളും, ഇല്ലെങ്കിൽ മടങ്ങി വരിക എന്ന വാക്ക് വേദപുസ്തകത്തിൽ When വായിക്കുമ്പോഴൊക്കെയും Paul wrote these verses ഓർത്തുകൊള്ളുക. in Romans chapter 12, നമ്മുടെ മനസ്സിൽ ഒരു അന്തരം, മനസ്സ് when he അവനിലേക്ക് said, തിരിക എന്നാകുന്നു ആ be വാക്കിന്റെ not അർത്ഥം. conformed to this world, but be റോമർക്കെഴുതിയ ലേഖനം transformed by the 12-ാം അധ്യായത്തിൽ renewing നമ്മൾ of ഈ your വാക്യം mind. വായിച്ചു. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ What Paul meant was, brothers and sisters, change your minds. Get your നിങ്ങൾ മനസ്സ് minds, പുതുക്കി രൂപാന്തരപ്പെടുക, ലോകത്തോട് renewed അനുരൂപപ്പെടാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. by നിങ്ങളുടെ മനസ്സ് returning to the Lord, എന്നാകുന്നു പൗലോസ്. by changing your minds. നിങ്ങളുടെ മനസ്സ് പുതുക്കുക എന്ന് പൗലോസ് So അപ്പോസ്തലനായ we പൗലോസ് need to പറഞ്ഞപ്പോൾ, start thinking differently. എങ്ങനെയാണ് മനസ്സ് പുതുക്കുന്നത്? ദൈവത്തിങ്കിലേക്ക് We മടങ്ങി are not to വരികയും think the way നിങ്ങളുടെ we were മനസ്സിൽ ഒരു thinking അന്തരം before. അനുഭവിക്കുകയും ഒരു മാറ്റം അനുഭവിക്കുകയും നിങ്ങളുടെ ചിന്തയിൽ We are ഒരു not to മാറ്റം think the way that we അനുഭവിക്കുകയും വ്യത്യസ്തമായി thought all this ചിന്തിപ്പാൻ while. ആരംഭിക്കുക. നമ്മൾ മുൻപ് thoughts ചിന്തിച്ചതുപോലെ have to be changed to the thoughts of ചിന്തയിൽ God. തുടരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതാ And we heard very clearly last week, the word of God is where we find God's mind. ഇത്രകാലം ചിന്തിച്ചതുപോലെ Word of God is ചിന്തിപ്പാനല്ല, where we find His പക്ഷെ ആ mind. ചിന്താ രീതിയിൽ ഒരു മാറ്റം. That's where we find His will. ദൈവവചനത്തിലാണ് find His അവന്റെ thoughts. മനസ്സ് നമുക്ക് കാണാൻ കഴിയുന്നത്, അവന്റെ So, ഹിതത്തെ brothers and വെളിപ്പെടുന്നത് sisters, I want to അവിടെയാണ് say അത് very clearly, in വെളിപ്പെടുന്നത്. the love of God, അവിടെയാണ് stop അവന്റെ ഹിതത്തെ thinking like നമുക്ക് men, വെളിപ്പെടുന്നത്. and we have to start thinking like അവന്റെ God. ആഗ്രഹങ്ങൾ വെളിപ്പെടുന്നത് ദൈവവചനത്തിലാണ്. Now, see, our natural mind ദൈവസ്നേഹത്തിൽ and the എവരോടും religious world പറയട്ടെ, around will say it is മനുഷ്യരെ not പോലെ possible. ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക, ദൈവത്തെ പോലെ ചിന്തിപ്പാൻ ആരംഭിക്കുക. They will say it is not നമ്മുടെ possible മനസ്സും to. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളും പറയും അങ്ങനെയുള്ള ഒരു They കാര്യം will say this is not അസാധ്യമാണ്. possible. But we need to know ഇങ്ങനെ that ജീവിപ്പാൻ അസാധ്യമെന്ന് God's അവർ word പറയും. says it is possible. ഇങ്ങനെ ജീവിപ്പാൻ അസാധ്യമെന്ന് അവർ പറയും. Be ye transformed by the renewing of your mind. പക്ഷെ ദൈവവചനം വ്യക്തമായി പറയുന്നത് ഇത് സാധ്യമാണ്. So it's very important, brothers and sisters, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക that we must എന്ന് change ദൈവവചനം our thinking. പറയുമ്പോൾ അത് As we സാധ്യമാണ്. heard very clearly, ഇത് വളരെ we need to think പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. life. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മാറ്റം എന്റെ ജീവിതത്തിൽ we need to speak life, പ്രാധാന്യമുള്ളത്. and നമ്മൾ I need to ജീവനാണ് live life. ചിന്തിക്കേണ്ടത്. Now this has to be my determination നമ്മൾ if ജീവനാണ് I want to സംസാരിക്കേണ്ടത്. progress on and grow into the likeness of Christ. ഞാൻ ജീവനിൽ ജീവിക്കണം. So as we heard, repentance, the truth of repentance ക്രിസ്തുവിന്റെ is a സാദൃശ്യത്തോടെ very വളരാൻ broad truth in ഇച്ഛിക്കുന്ന God's word. ഏവരുടെയും ഉള്ളിൽ ഈ ഒരു ദൃഢനിശ്ചയം ആവശ്യമാണ്. ഇങ്ങനെ ഞാൻ ജീവിക്കും. So we need to really know that from conception to perfection, repentance is the need in the life of every true believer. ഇത് നമ്മൾ തിരിച്ചറിയണം. It's a progressive process in വീണ്ടും my ജന്മം life. തൊട്ട് മഹുദ്ധീകരണം വരെ മാനസാന്തരം ഒരു It's തുടർമാനമായ a blessed അനുഭവമായിരിക്കണം. attitude that I need to have in my നമ്മൾ ഓരോരുത്തരുടെയും spirit. ജീവിതത്തിൽ ഒരു പുരോഗമനമായ ഒരു അനുഭവമായിരിക്കണം. It is a posture of my mind.
And so എന്റെ it has to ആത്മാവിൽ be for ഞാൻ every പുലർത്തേണ്ടിയ ഒരു true born അനുഗ്രഹിക്കപ്പെട്ട again മനോഭാവമാണ് മാനസാന്തരം. overcoming believer. എന്റെ മനസ്സിന്റെ ഒരു ജീവിത The ശൈലിയായിരിക്കണം overcomer is a മാനസാന്തരം. person who knows how to change his mind for അതിജീവിക്കുന്ന God's mind. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാകണം. So we should let go our pride. യഹോവയുടെ മനസ്സിനു വേണ്ടി തന്റെ മനസ്സിനെ We should let go our മാറ്റിവെക്കാൻ stubbornness. അറിയുന്നവനാണ് അതിജീവിക്കുന്നവൻ. We must let go എന്റെ our അഹന്തയെ carnal വിട്ടുകളഞ്ഞ്, thoughts. We എന്റെ must let go മത്സര്യത്തെ our വിട്ടുകളഞ്ഞ്, unbelief and turn to God എന്റെ that we may move on എന്റെ നിർബന്ധ from ബുദ്ധി glory to glory. വിട്ടുകളയണം, എന്റെ അവിശ്വാസത്തെ വിട്ടുകളയണം, Now, I asked a എന്റെ question ധാർഷ്ട്യ at the മനോഭാവത്തെ close of വിട്ടുകളയണം. the meeting last week. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് Are we വളരുവാൻ flexible to the ഇച്ഛിക്കുന്നവരായി തീരണം. Can we bend ourselves to God? അവസാനമായി ഞാൻ ഒരു As we heard, all have sinned and come short of the glory of ചോദ്യം God. ചോദിക്കട്ടെ. നാം Let us turn from our ways ദൈവത്തിൽ നമ്മളെ തന്നെ വഴങ്ങുവാൻ to തയ്യാറാണ്. the ways of God. നാം എല്ലാവരും That പാപം we may be ചെയ്ത് healed ദൈവം and restored. തേജസ് നഷ്ടപ്പെട്ടവരാകുന്നു. Now അവന്റെ let's go വഴിയിൽ on നിന്ന് today with വിട്ടുകളഞ്ഞ് this. അവൻ Now, ദൈവ you വഴിയിലേക്ക് know, on the day of Pentecost, മടങ്ങി വന്ന് the Lord spoke through Peter about repentance. രൂപാന്തരം അനുഭവിക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. And then in Pentecost Acts chapter നാളിൽ 3, അപ്പോസ്തലൻ പത്രോസിൽ കൂടെ മാനസാന്തരത്തെ കുറിച്ച് they began to again പരിശുദ്ധാത്മാവ് bring out this precious truth. 3-ാം അധ്യായത്തിൽ Yes, we see again Peter bringing forth this wonderful expression in Acts chapter 3. ഈ ഒരു വിലയേറിയ സത്യത്തെ In Acts chapter 3 and verse 19, അപ്പോസ്തല I would like to പ്രവൃത്തികൾ read. 3-ാം അധ്യായത്തിൽ പത്രോസ് ഈ Repent ye മാനസാന്തരത്തെ കുറിച്ച് therefore വളരെ and be സ്പഷ്ടമായി converted, പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ that 19-ാം your വാക്യം. sins may be blotted out, when the times of refreshing shall come from the presence of the Lord. Right. I would like to read then next to verse 20 and 21. And he shall send Jesus Christ, which before was preached unto you, whom the heaven must receive until the times of restitution of all things, which God hath spoken by the mouth of all his holy prophets since the world began. നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്തതൊക്കെ യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗ്ഗം അവനെ കൈക്കൊള്ളും. And all that the prophets from Samuel and those that follow after, as many as have spoken, have likewise foretold of these days. Yes. Now I would like to read from the Amplified. അത്രയുമല്ല, ശമൂവേൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാർ ഒക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ആംപ്ലിഫൈഡ് തർജ്ജമയിൽ ഇത് ഞാൻ വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം പത്രോസിൽ കൂടെ മാനസാന്തരത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. Verse 19. So repent, change your mind and purpose. So repent, change your mind and purpose. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു Change your കളയാൻ mind and your purpose. പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. Turn around മനസ്സ് മാറ്റുക, നിങ്ങളുടെ ഉദ്ദേശം and മാറ്റുക. return to God, that your sins may be നിങ്ങളുടെ erased. മനസ്സും നിങ്ങളുടെ ഉദ്ദേശങ്ങളും മാറ്റുക എന്നാണ് ആംപ്ലിഫൈഡ്. തിരിഞ്ഞു വരിക, That the times of ദൈവത്തിലേക്ക് refreshing മടങ്ങി വാ.
നിങ്ങളുടെ of പാപം recovering from ക്ഷമിക്കപ്പെടേണ്ടതിന് effects of heat and മായ്ച്ചു reviving കളയേണ്ടത്. with fresh air may come from the presence of the Lord. അങ്ങനെ And he may send you the Christ, the Messiah, who before was അങ്ങനെ കർത്താവിന്റെ designated and appointed for you, even സന്നിധിയിൽ Jesus, നിന്ന് നിങ്ങൾക്ക് ആശ്വാസകാലം വരും, whom the heaven must receive and retain until the time of the complete restoration of all that God has spoken. और वह स्वर्ग उस समय तक रहे जब तक कि वह सब बातें उन बातों को सुधार न कर ले जिनकी चर्चा प्राचीन काल से उसने भविष्यवक्ताओं के द्वारा की. Yes. Again, verse 24. സകലത്തിന്റെ Indeed, all the പുനഃസ്ഥാപനം വരെ prophets from സ്വർഗം Samuel അവനെ and those who came afterwards, as many as have spoken also, promised and foretold and proclaimed these days. और शमूएल के बाद से जितने भविष्यवक्ता हैं, Yes. उन्होंने इसी दिन के विषय में, उसकी प्रतिज्ञाओं के विषय में और ഈ കാലങ്ങളെ കുറിച്ച് Yes. ശമൂവേൽ Now, പ്രവാചകന്റെ I would like to കാലം read these same verses from a different translation called the വാക്യം West Translation. Now, listen very carefully. It's difficult to translate, but it says, I quote, "Therefore repent at once." At once. Ekdam. Yes. At once. Therefore repent നിങ്ങൾ at once. പെട്ടെന്ന് മാനസാന്തരപ്പെടുക, Instantly പെട്ടെന്ന് മാനസാന്തരം, changing your വേറൊരു attitude. വാക്ക് പറ, പെട്ടെന്ന് മാനസാന്തരപ്പെടുക. Yes, and perform a right about face. Mean turn around. और पूरी तरह से നിങ്ങളുടെ Yes. In order രീതികളെ that മാറ്റുക, your sins may be obliterated. പൂർണ്ണമായി തിരിക. कि आपके पाप नष्ट कर दिए जाएं, साफ कर दिए. Yes. In order that there may come epoch-making ഉടനടി periods. മാനസാന്തരപ്പെടുക, അങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ നീക്കപ്പെടും. Mouth-purna. Epoch-making means mouth-purna. Mouth-purna. So it says that take a turn around, change your attitude, and perform a right about turn, in order that there might come epoch-making periods of spiritual revival. ताकि आत्मिक बहाली आपके जिंदगी में प्रभु के पास से आ सके. Mouth मन फिराने से purna. महत्वपूर्ण है. Yeah. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് Revival. ആശ്വാസകാലം आत्मिक നിങ്ങൾക്ക് ലഭിക്കും. के जीवन के अंदर आए. And refreshment from മഹത്വകരമായ the സമയം presence of the ദൈവത്തിൽ Lord. നിന്ന് ലഭിക്കും. तरोताजा चीज परमेश्वर के आपके लिए तरोताजा करने वाली चीज परमेश्वर के In order that ആശ്വാസകാലം He may send of on a mission to you Christ Jesus. ആശ്വാസവും മഹത്വകരമായ സമയം നിങ്ങൾക്ക് ലഭിക്കും. Who has been appointed? This appointment being in the interest of your well-being, और ये तुम्हारे भले और कल्याण के लिए उसे ठहराया. whom it is necessary in the nature of the case of for heaven indeed to receive until the times when all things will be restored to their pristine glory, things regarding which God spoke through the mouth of His holy prophets. तो ये अवश्य ही है कि जो स्वर्ग है वो उसे उस समय तक थामे रहे. Yes. जब तक कि वो सारी बातों का सुधार न कर ले जो कि उसके प्रिय भविष्यवक्ता. പ്രവാചകൻ മുഖാന്തരം And it says, അരുളിച്ചെയ്ത and indeed സകലത്തെയും all prophets in ദൈവം Samuel ഈ and those who അന്ത്യനാളിൽ followed one പൂർത്തീകരിക്കും. after another, as അതിനുവേണ്ടി many നിങ്ങൾ spoke, also മാനസാന്തരപ്പെടും. announced these days. और शमूएल के बाद ഈ ഒരു കാര്യത്തിനു വേണ്ടിയാണ് सभी भविष्यवक्ताओं ने ശമൂവേൽ പ്രവാചകൻ മുതൽ All right. എല്ലാ Now, this പ്രവാചകന്മാരും translation makes പ്രവചിച്ചതും one thing very clear. മാനസാന്തരപ്പെടുമ്പോൾ He ലഭിക്കുന്ന says, ആശ്വാസം. repent at once. कि एकदम आप पश्चाताप करें. So Peter knew English repentance തർജ്ജമയിൽ is a നിന്ന് ഒരു കാര്യം key വ്യക്തമാക്കുന്നു. to മലയാളത്തിലും അത് വ്യക്തമാണ്. this present outpouring. നിങ്ങൾ ഉടനടി മാനസാന്തരപ്പെടുക. कि जो पश्चाताप एक कुंजी है इस उद्धार के लिए जो आपके ऊपर उमड़ पड़ेगा. When the പത്രോസ് ഇത് times of പറയാനുള്ള refreshing കാരണം shall come from His ദൈവത്തിൽ നിന്ന് presence. ആശ്വാസകാലം വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു Hallelujah. പെട്ടെന്ന് ഉടനടി ഉള്ള So മാനസാന്തരം listen very carefully, brothers and നിർബന്ധമെന്ന് sisters. മനസ്സിലാക്കി.
എന്നാൽ നിങ്ങൾ You know, ദൈവത്തിൽ it's നിന്ന് not only repent ആശ്വാസകാലം and be born അനുഭവിക്കും. again, പത്രോസ് അത് വളരെ വ്യക്തമായി അറിഞ്ഞു, അതുകൊണ്ട് അത് പ്രസംഗിച്ചു. but here Peter says, ഈ യുഗത്തിന്റെ you know, ആവശ്യം you അതാണ്. need to repent, change your മാനസാന്തരപ്പെട്ട് നിങ്ങൾ attitude, വീണ്ടും ജനിക്കുക എന്ന് മാത്രമല്ല, turn around towards പത്രോസ് ഇവിടെ God, പറയുന്നത് that your sins will be നിങ്ങൾ obliterated. മാനസാന്തരപ്പെടുകയും Yeah. നിങ്ങളുടെ മനോഭാവത്തിൽ ഒരു മാറ്റം അനുഭവിക്കുകയും ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായി തിരികെയും അങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ പൂർണ്ണമായി നീക്കപ്പെടും. Yes. In order that എങ്കിൽ there may come epoch-making periods of spiritual revival. और ये बहुत ही महत्वपूर्ण है कि तुम्हारे लिए एक आत्मिक बेदारी भेजी जाए, Refreshments from the Lord. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ You ആത്മീയ know, and Christ will ആശ്വാസകാലം be ലഭിക്കും. retained until all those things എന്നാൽ are restored back എന്ന again. വാക്ക് അവിടെ ഉപയോഗിച്ച് എന്നാൽ जब तक बहाली ना हो जाए या सुधार ना हो जाए, Yes. स्वर्ग उस Hallelujah. Now that's very important. So we see that, you know, repentance എല്ലാം പൂർണ്ണം is so connected with the return of സംഭവിക്കുന്നത് വരെ Christ. ക്രിസ്തുവിനെ Hallelujah. സ്വർഗം കൈക്കൊണ്ടതാകുന്നു. അത് ഇവിടെ നമ്മൾ കാണുന്നത് Repentance is a key to മാനസാന്തരം God's എന്നത് present outpouring and maturing the church ക്രിസ്തുവിന്റെ മടങ്ങി for വരവിന് Christ to come അത് back. ബന്ധപ്പെട്ടിരിക്കുന്നു. Hallelujah. मसीह के आगमन से जुड़ा हुआ है, ताकि वो वहां से आपके लिए ക്രിസ്തു മടങ്ങി വരേണ്ടതിനും ക്രിസ്തുവിന്റെ സഭ പക്വതയിലേക്ക് വരേണ്ടതിനും ക്രിസ്തുവിന്റെ സഭ മഹത്വീകരിക്കപ്പെടേണ്ടതിനും അതിന് മൂല്യമായത് You know, so we see മുഖ്യമായ that ഒരു താക്കോൽ repentance is a key മാനസാന്തരമാകുന്നു എന്നീ വാക്യങ്ങൾ കൂടെ വ്യക്തമാകുന്നു. for the outpouring of His എങ്കിലാണ് Spirit. എങ്കിൽ എന്നാ അങ്ങനെ അവിടെ പറയുന്നത് എന്നാൽ 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 That we may be brought into മാനസാന്തരപ്പെടുന്നു maturity. എന്നാൽ Fulfillment of all that the prophets have spoken. അഭിഷേകം ലഭിക്കും. You know, that outpouring is എന്നാൽ necessary. നിങ്ങൾ That Christ may come back. പക്വതയിലേക്ക് വളരുവാനും Hallelujah. അങ്ങനെ നിങ്ങൾ So how ദൈവം important is നിശ്ചയിച്ച the word repentance for the കാര്യങ്ങളുടെ church of പൂർത്തീകരണം നിങ്ങൾ Jesus Christ in അനുഭവിക്കുകയും these present times? അങ്ങനെ ക്രിസ്തു മടങ്ങി വരും. Oh, may God help and open our eyes of understanding. ഈ You know, അന്ത്യകാലത്ത് and Jesus must remain or be retained in the heavens. മൂല്യമായൊരു കാര്യമാണ് ദൈവസഭയ്ക്ക്. You know, Good Speed translation says of, you know, that heavens must retain, സ്വർഗം you അവനെ know, that verse കൈക്കൊള്ളും എന്നാണ് 21, ഇവിടെ it പറയുന്നത്. says in the Good Speed translation says, Jesus must remain in heaven कि स्वर्ग में प्रभु रुका रहे हमारा, until this scripture is fulfilled. जब तक कि वो सारे वचन पूरे ना हो जाए. Yes, until this scripture is സ്വർഗം fulfilled, അവനെ Jesus must remain in heaven. എന്ന് വേറൊരു തർജ്ജമയിൽ പറയുന്നത് This scripture, this scripture. സ്വർഗത്തിൽ തന്നെ Yes. ഇരിക്കും. ഈ വാഗ്ദത്തങ്ങൾ So there are many scriptures to be fulfilled. യേശു സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. I would like to read a couple of ഈ scriptures, വേദവാക്യം good നിറവേറുവോളം scriptures to say what many ഇങ്ങനെയുള്ളൊരു things which are to be മാനസാന്തരം fulfilled. അനുഭവിക്കുന്നോളം Psalm 110, ഞാൻ മറ്റ് ചില जो വാക്യങ്ങൾ चीजें വായിക്കട്ടെ. fulfill होना है. चीजों का पूर्ण होना है, उन्हें हम कुछ और वचनों में देखेंगे. Yes. നിറവേറുവാനുള്ള ചില കാര്യങ്ങൾ 110, Psalm, നിങ്ങളുടെ മുൻപിൽ ഒന്ന് verse 1. ആവർത്തിക്കട്ടെ. yes. The ദൈവ Lord പ്രവാചകൻ മുഖാന്തരം said അരുളിച്ചെയ്ത unto my വാക്കുകൾ Lord, സങ്കീർത്തനം 110 sit thou at my right hand ഒന്നാം വാക്യം. until I make thine enemies 110 footstool. സങ്കീർത്തനം ഒന്നാം വാക്യം. मेरे प्रभु से यहोवा की वाणी ये है हाँ. कि तू मेरे दाहिने हाथ पे बैठ, जब हाँ. तक कि मैं तेरे शत्रुओं को तेरे चरणों की चौकी ना कर. I know that the scriptures have been repeated even in the New Testament. I'm not turning to those references, but you know, so we read here, until I make thine enemies thy footstool. जब तक तेरे शत्रुओं को तेरे चरणों की चौकी ना बना. Now this scripture is to be fulfilled. और ये वचन को पूरा होना. We read that also in the book of Hebrews. നിന്റെ I'm not going ശത്രുക്കളെ to നിന്റെ that scripture tonight because there's no time. ആക്കുവോളം. You know, if in Ephesians, എബ്രായർക്കെഴുത ലേഖനത്തിലും ഈ ഒരു Chapter 4, വേദഭാഗം നമ്മൾ കാണുന്നു. പക്ഷെ ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ Ephesians chapter നിറവേറുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. and verse 13, എഫേസ്യർക്കെഴുത ലേഖനം 4-ാം അധ്യായം
a scripture which we know very well. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. Yes. Till we all come into the unity of the faith and of the knowledge of the Son of God, unto a perfect man, unto the measure of the stature of the fullness of Christ. और जब तक कि हम सब के सब विश्वास और परमेश्वर के पुत्र की पहचान में एक ना हो जाएं और एक सिद्ध मनुष्य ना बन जाएं और मसीह के पूरे दिल डोल तक. Yes. Now again turn with me to James chapter 5. We know the scripture, we referred many times, but we will turn to that again. James chapter 5 and verse 7. Be patient therefore, brethren, unto the coming of the Lord. Behold, the husbandman waiteth for the precious fruit of the earth, and hath long patience for it, until he receive the early and the latter rain. इसलिए हे भाइयों, प्रभु के आगमन तक धीरज धरो. देखो किसान पृथ्वी की बहुमूल्य फसल की आशा रखता हुआ प्रथम और अंतिम वर्षा होने तक धीरज धरता है. So we must experience epoch-making periods of spiritual revival. We must. जो कि परमेश्वर भेजने पे हम उसके ഇങ്ങനെ ഉള്ള മഹത്വകരമായ ആശ്വാസകാലങ്ങൾ നാം ഓരോരുത്തരും അനുഭവിക്കേണ്ട ആവശ്യകത നമ്മൾ ഇവിടെ കാണുന്നു. ഇങ്ങനെ മഹത്വകരമായ ആശ്വാസകാലങ്ങൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ സഭയും എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടതാകുന്നു. The church of Jesus Christ must experience that before the heaven can release him. Yes. ഇത് The ദൈവസഭ heavens will keep him അനുഭവിക്കേണ്ടതാകുന്നു. until that time. സ്വർഗം അവനെ So this വിടുന്നതുവരെ significant or epoch-making periods of spiritual revival in these end times to mature the people of God, the church, into that fullness of Christ is necessary. और बहुत ही जरूरी है कि परमेश्वर की कलीसिया को उसकी परिपूर्णता में आने के लिए और इस समय जो कि बहुत ही महत्वपूर्ण इस अनुभव में आने के लिए ക്രിസ്തുവിന്റെ സഭ ആ പൂർണ്ണതയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ളൊരു ആശ്വാസകാലം ദൈവം അവന്റെ സഭയ്ക്ക് നൽകും. ഇത് വളരെ ആവശ്യമുള്ളത് കാര്യമാണ്. But this revival is to talk about bringing God's people into the realm of maturity. ഉണർവ് എന്ന് പറയുമ്പോൾ അത് the outpouring to bring the harvest into maturity. സഭയിലുള്ള ദൈവവിശ്വാസികൾ പക്വതയിലേക്ക് വരുന്ന ഒരു ഉണർവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. Makes it very clear, epoch making periods of spiritual revival. കൊയ്ത്ത് പൂർണ്ണമായി അത് പക്വതയിലേക്ക്, വിളവ് പക്വതയിലേക്ക് വളരുന്ന ഒരു ഉണർവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ആത്മീയ ഉണർവാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. Only when that is fulfilled, the church has come to that place of maturity. പ്രവാചകന്മാർ അരുളി ചെയ്ത സകലതും നിറവേറുന്ന ഒരു ഉണർവ്. So the key word for that spiritual restoration and fulfillment of everything is the key word is repentance. വളരുമ്പോൾ മാത്രമാണ് യേശുക്രിസ്തുവിനെ സ്വർഗം വിട്ടുവിടാൻ പോകുന്നത്. Correct. Very important. The word repentance is a key word for all things to be fulfilled in the church. This revival that I'm talking about is toward that maturity and fullness of the saints. And not talking about salvation of souls. As many people misinterpret about revival in these end times. ആ പൂർണ്ണതയിലേക്ക് വളരുന്ന ഒരു ഉണർവിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇന്ന് ഉണർവെന്ന് പറയുമ്പോൾ
അനേകർ about വിശ്വാസത്തിലേക്ക് ഇല്ലെങ്കിൽ harvest. വീണ്ടും ജനിക്കുന്ന ഉണർവിനെ കുറിച്ചാണ്, ഇല്ലെങ്കിൽ പല കാര്യങ്ങൾ The സംഭവിക്കുന്നത് Greek word for അതിനെ converted. കുറിച്ചാണ് ഉണർവെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. Now, for example, we read ദൈവസഭ, here, ദൈവത്തിലുള്ള let's just turn to ദൈവസഭയിലുള്ള Acts chapter 3 ഓരോ again. വിശ്വാസിയും പക്വതയിലേക്ക് Acts വളരുന്ന chapter ഒരു 3. ഉണർവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, repent ye therefore and be converted. और मन फिराओ और लौट आओ And be converted. और बदल जाओ, What is that word for converted? और इसलिए मन फिराओ और लौट आओ. Loud hour. Yes. You know that Greek word for converted और यूनानी शब्द कन्वर्टेड का is epistrepho, which means മനസ്സാന്തരപ്പെട്ട് to നിങ്ങൾ മടങ്ങി വരിക. turn about. മാനസാന്തരം അല്ലെങ്കിൽ മടങ്ങി വരിക, Yes. Turn around. തിരിഞ്ഞുകൊള്ളുക എന്ന മലയാളത്തിൽ 19 അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് തിരിഞ്ഞുകൊള്ളുക. According to Wine's exposited dictionary. മൊത്തമായി ഒന്ന് തിരിക എന്ന So ആ we വാക്കിന്റെ turn from our ways പൂർണ്ണമായി തിരിക, to His way. मुड़ के उसके मार्गों पे. Yes. മടങ്ങി തിരിയുവിൻ. Repent ye നമ്മുടെ therefore വഴിയിൽ നിന്ന് അവന്റെ വഴിയിലേക്ക് and be തിരിയുവിൻ. converted. और लौट के आओ. Yes. അതുകൊണ്ട് Now, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ The തിരിയുവിൻ. word when, be converted, when, yeah, എന്നാൽ शब्द when converted. repent ye therefore and be converted, that your sins may be blotted. When the times. जब समय. The word when ये शब्द जब in the King James is the word hopos in Greek. और होपोस जो कि എന്നാൽ In എന്നാൽ the എന്ന വാക്കിലെ Strong's അർത്ഥം expository, it says, और शब्दावली कहती है so that, or in order that. और इसके लिए. Yeah. So some translations has put it very clearly, in order that. कि इसके लिए. Yes. അതിനാൽ In എന്ന order that. വാക്കാണ് അതിന്റെ അർത്ഥം. എന്നാൽ So what does that mean? ആക്ച്വലി അത് Let us repent എന്നാലിനേക്കാളും and turn to God. അതിനാൽ so that, അതിനാൽ or in order that, അന്നേരം the latter rain may മാനസാന്തരപ്പെടുവിൻ. fall. Hallelujah. ദൈവത്തിലേക്ക് തിരിവിൻ. That's what അതിനാൽ- it means. അതിനാൽ When the times of refreshing shall come, അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ repent ആ ദൈവത്തിൽ and turn and നിന്ന് return to God, ആശ്വാസകാലം ലഭിക്കും. in order that അതിനാൽ ആശ്വാസകാലം വരും എന്നാണ് അന്നേരം അർത്ഥം. we might receive epoch-making മാനസാന്തരപ്പെട്ട് spiritual തിരിഞ്ഞ് revival. മടങ്ങി വരുവിൻ. അതിനാൽ Hallelujah. നിങ്ങൾക്ക് And that's what it ആശ്വാസകാലം means. അനുഭവിപ്പാൻ കഴിയും. Oh my God, open our അതിനാൽ eyes of നിങ്ങളുടെ understanding to ഉള്ളിൽ see നിങ്ങളുടെ this. മധ്യയിൽ മഹത്വകരമായ So the word of God says, ആത്മീയമായ repent പുനർജീവകാലം and നിങ്ങൾക്ക് turn ലഭിക്കും. to God again. Repent also means turn. इसका मतलब है कि लौट आए. Converted also നിങ്ങൾ means turn മാനസാന്തരപ്പെടുവിൻ. again. मतलब भी यही है कि लौट के आओ. And it says, നിങ്ങൾ from our ways to തിരിക. His ways, कि हमारे रास्ते उसके रास्ते. in order that और इसका इसलिए there may നിങ്ങൾ come തിരിക. significant or അവനിലേക്ക് മടങ്ങി epoch-making വരിക. times of spiritual അതിനാൽ revival. അതിനാൽ നിങ്ങൾക്ക് Or in other words, that the Lord may send rain. दूसरा अर्थ ये है कि परमेश्वर हमारे ആത്മീക In order that the പുനർജീവന Lord may send the latter rain. കാലം നിങ്ങൾക്ക് ലഭിക്കും. So that the latter rain അങ്ങനെ may fall അതിനാൽ നിങ്ങളുടെ upon God's ജീവിതത്തിൽ people. ആ ആശ്വാസകാലം ലഭിക്കും. So I want to tell one അതിനാൽ- thing, saints of God. Listen very carefully. Repentance is a key word for the church of Jesus Christ in these end ദൈവജനത്തിന്റെ times. മധ്യേ ഇങ്ങനെയുള്ള ആശ്വാസകാലം ലഭിക്കേണ്ടതിന് പിന്മഴ Which is ലഭിക്കേണ്ടതിന് necessary, ഞാൻ പറയുന്നത് as ശ്രദ്ധിച്ചിരിക്കുക. it says, when? In order that God may send അന്ത്യനാളിൽ epoch-making or മാനസാന്തരം significant എന്നത് or ഒരു മുഖ്യ mahत्वपूर्ण പദമാണ്. times of rain.
ഈ മാനസാന്തരത്തിൽ കൂടെ മാത്രമേ ഈ Hallelujah. ആത്മീക Latter rain. ഉണർവും Repentance ആത്മീക is a key പുനർജീവ to this end time rain. കാലവും ആശ്വാസ കാലവും നമ്മൾ അനുഭവിക്കുകയുള്ളൂ. Yes, it's a key word. It's a key word for the end time rain from God. ഈ അന്ത്യനാളിൽ പിന്മഴയുടെ For കാലത്ത് the latter rain to ആവശ്യമുള്ളത് mature the മാനസാന്തരമാണ്. sons of God. ताकि अंतिम बरसात उसके लोगों को उसके ദൈവത്തിൽ നിന്ന് ആശ്വാസകാലം people of God to the ലഭിക്കണമെങ്കിൽ fullness in നമ്മുടെ Christ. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം. How important that is, brothers and sisters. എങ്കിൽ മാത്രമേ So may നമ്മൾ God help us. പക്വതയുള്ള It's പുത്രന്മാരായി a key word തീരുകയുള്ളൂ. for the church of Jesus Christ. പക്വത പ്രാപിച്ച് I want to turn us to another scripture in the book of Job. പ്രവേശിപ്പാൻ തക്കവണ്ണം ആവശ്യമുള്ളത് Job. മാനസാന്തരമാണ്. Yes. യേശുക്രിസ്തു Chapter 36. സഭയ്ക്ക് വേണ്ടി ഇത് മുഖ്യമായൊരു താക്കോലാണ്. Job chapter 36. യോബിന്റെ പുസ്തകത്തിൽ interesting ഒരു വാക്യം scripture ഞാൻ there. വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോബിന്റെ 36 അധ്യായം. യോബ് 27. 36 അധ്യായം. It says like this: For he maketh small drops of water, and they pour down അതിന്റെ 27 വാക്യം rain വായിക്കാം. according to the vapor thereof. क्योंकि वह तो जल की बूंदे ऊपर को खींच लेता है वे कोहरे से में होकर टपकती है. Hallelujah. Very precious scripture. बहुत ही बहुमूल्य. For he is speaking about God. ആകർഷിക്കുന്നു. അവന്റെ ആവിയാൽ അവ For he maketh small. അവന്റെ ആവിയാൽ The drops of ആവിയാൽ water. അത് മഴയായി തീരുന്നു. Please read. क्योंकि वह तो जल അവൻ ദൈവത്തിന്റെ Yes. For he ദൈവമാണ്. maketh small the drops of water. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. Is that the right translation of? He maketh small the drops of water. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. No, जल का बूंदा जल को छोटा छोटे बूंदे वो बनाते हैं. जल का छोटा छोटा बूंदे അവൻ वो बनाते हैं. നീർത്തുള്ളികളെ That's what it ആകർഷിക്കുന്നു. means in the King James. बूंदे बनाता है जल को बूंदे बनाता है. Yeah. उसका- Then he sends that as rain. और तब फिर वो बरसात भेजता है. So it's a very interesting verse. വെള്ളത്തിന്റെ ചെറിയ തുള്ളികൾ അവൻ For he ഉണ്ടാക്കുന്നു. maketh small the drops of water. वो जल को छोटी छोटी അവൻ ഈ ആവിയെ They pour down rain according മഴ to the vapor മഴയായി thereof. അവൻ പെയ്യ്ക്കുന്നു. वो जो कोहरे से में होकर टपकती है. Now, it's very precious to ponder over in the light of this word. और वचन के प्रकाशन में इस पर विचार करना सच में Repent, turn to God. और पश्चाताप करें और परमेश्वर ഈ That he നീർത്തുള്ളികൾ may pour the rain. ആവിയായി ദൈവസന്നിധിയിൽ Amen. ഉയരുകയും Hallelujah. Let's ദൈവത്തിലേക്ക് try to understand ഉയരുകയും that. അത് മഴയായി Repent വീഴുകയും and ചെയ്യുന്നു. return and turn to God. മാനസാന്തരപ്പെട്ട് In order ദൈവത്തിലേക്ക് that തിരികെ इसलिए He അങ്ങനെ may അവൻ send മഴ അയക്കും, epoch പിന്മഴ അയക്കും. making rains. ताकि वो एक महत्वपूर्ण चीज जो बरसात या अंतिम മാനസാന്തരപ്പെട്ട് Hallelujah. ദൈവത്തിലേക്ക് തിരികെ അങ്ങനെ അവൻ മഴ അയക്കും. He may send these rains. ताकि वो इन बरसातों That all that the prophets have spoken may be fulfilled. ആത്മീയ ഉണർവിന്റെ മഴ അയക്കേണ്ടതിന് മാനസാന്തരപ്പെടുവിൻ. In order that Jesus Christ may come. ഈ മഴ അവൻ അയക്കേണ്ടതിന്. Hallelujah. How interesting that is. Now this scripture says, പ്രവാചകന്മാരിൽ കൂടെ അരുളി ചെയ്ത the Lord സകലതും maketh small the നിറവേറേണ്ടതിന് drops of water. മാനസാന്തരപ്പെടുവിൻ. യേശുക്രിസ്തു മടങ്ങി Now വരേണ്ടതിന് Young's Literal മാനസാന്തരപ്പെടുവിൻ. Translation says like this: ഈ വാക്യം they പറയുന്നത് refine യോബിന്റെ ലേഖനത്തിൽ rain according to its vapor. ഈ മഴ തുള്ളികളെ വെള്ളത്തുള്ളികളെ അവൻ ആകർഷിക്കുന്നു. I don't know how. മറ്റൊരു തർജ്ജമയിൽ ഇങ്ങനെ പറയുന്നു, Refine, क्या बोलो हिंदी में? They refine rain according to its vapor. वो उन्हें एक कोहरे जैसा बड़ा According to its vapor. और वो शुद्ध या पवित्र कोहरे जैसा बनाता है और में बरसाता है.
vapor goes from here upward. ऊपर जाता है and it comes as rain down. They refine rain according to its vapor. According to the vapor that goes, it will rain. That's what I understand from that. മഴ उसके अनुसार ഭൂമിയിൽ നിന്ന് ഉയരുന്ന നീരാവിയിൽ നിന്ന് Yeah. Now that's very interesting to see spiritually. As per vapor നീരാവിയിൽ of നിന്നാണ് our മഴയുണ്ടാകുന്നത്. prayers of repentance ascend unto God, നീരാവിയിൽ നിന്നാണ് മഴ ഉണ്ടാകുന്നത്. ऊपर जाते हैं. Praise God. Listen to carefully. As our നമ്മുടെ repentance ജീവിതത്തിൽ and our നിന്ന് prayers ഭൂമിയിൽ in നിന്ന് repentance നീരാവി before പോലെ God നമ്മുടെ rise പ്രാർത്ഥനകളും up before Him in vapor. മാനസാന്തര മനോഭാവം മാനസാന്തരം അവനിലേക്ക് ഉയരുമ്പോൾ then there is going to be a rain that will descend from Him. നമ്മുടെ പ്രാർത്ഥനകൾ നീരാവി പോലെ Hallelujah. അവനിലേക്ക് ഉയരുമ്പോൾ പിന്മഴയായി ദൈവസന്നിധിയിൽ നിന്ന് As per vapor of our prayers അങ്ങനെ go up to Him in പിന്മഴയായി repentance. അവന്റെ സന്നിധിയിൽ നിന്ന് ശക്തിയോടെ ഉണർവിൻ Then the ഉണർവിന്റെ Lord will കാലം വരും. also bring it down in powerful downpour of His latter rain. നമ്മുടെ മാനസാന്തരത്തിന്റെ Hallelujah. പ്രാർത്ഥനയും നെടുവീർപ്പുകളും യഹോവയുടെ സന്നിധിയിൽ നീരാവി പോലെ Did ഉയരുമ്പോൾ you understand? Okay, let's understand. It's very difficult. അവന്റെ Repent. പിന്മഴ അതിശക്തിയോടെ Return to God. അത് നമ്മുടെ In order ഭൂമിയിലേക്ക് മടങ്ങി that വീഴും. ഞാൻ പറയുന്നത് He may മനസ്സിലാവുന്നുണ്ടോ? send epoch-making times of revival. നീരാവി പോലെ വെള്ളം ഉയരുമ്പോൾ Or in order that He may ആണ് send the മഴയായി rain. ഭൂമിയിലേക്ക് വരുന്നത്. അതുപോലെയാണ് When we മാനസാന്തരത്തിന്റെ connected that with പ്രാർത്ഥനയും this verse, യഹോവയുടെ സന്നിധിയിൽ the നമ്മുടെ vapors go ജീവിതത്തിൽ up. നിന്ന് മാനസാന്തരത്തിന്റെ പ്രാർത്ഥന What is ഉയരുമ്പോൾ that? Our യഹോവയുടെ repentance സന്നിധിയിൽ നിന്ന് and our മഹത്വകരമായ cry before God പിന്മഴ for His word to be fulfilled. We see His will and we say, Lord, I want to do your will. I want my thoughts to be changed to your thoughts, Lord. യഹോവയുടെ And as we സന്നിധിയിൽ നമ്മുടെ repent, കരച്ചിലും മാനസാന്തരം the ദൈവമേ prayers നിന്റെ of വചനം repentance send us നിറവേറണമേ vapor. കർത്താവേ നിന്റെ ഹിതം Hallelujah. നിറവേറണമേ കർത്താവ് നിന്റെ ഹിതം ചെയ്യുവാൻ And as the vapor ascends, it comes down again as rain. സഹായിക്കണമേ എന്ന് നാം Hallelujah. മാനസാന്തരത്തോടെ യഹോവയുടെ സന്നിധിയിൽ ഒരു നീരാവി പോലെ ഉയരുമ്പോൾ ഈ നീരാവി യഹോവയുടെ സന്നിധിയിൽ എത്തി അത് I don't know how മഴയായി others are translating. നമ്മുടെ ജീവിതത്തിലേക്ക് വീഴും. But it's precious to understand. May God help us to lay hold of this. I want to tell you, repentance is a key word for the church of Jesus Christ in these end times. If we need the latter rain to fall on us in these end times, brothers and sisters, the vapor of our prayers of repentance must rise in His presence. അതവും അനുഭവമാണ്. ഈ പിന്മഴ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ യഹോവയുടെ സന്നിധിയിൽ മാനസാന്തരത്തിന്റെ നീരാവി ഉയരണം. Hallelujah. Is that clear? It rises and it comes down. You know, no repentance, no rain in our land. No rain in our land. നീരാവി ഉയരുന്നു, That's മഴയായി what അത് the Lord വീഴും. said to Israel. മാനസാന്തരം യഹോവയുടെ സന്നിധിയിൽ Very often, ഉയരുന്നു, പിന്മഴയായി I will withhold your അത് rain. നമ്മുടെ ജീവിതത്തിൽ വീഴും. Amen. I will withhold your ഇന്ന് rain. പിന്മഴയില്ലാത്തതിന്റെ Your land കാരണം will turn and become dry. നീരാവി നമ്മുടെ ജീവിതത്തിൽ ഉയരാത്തത് കൊണ്ടാകും. So we read in the Old Testament in many ദൈവം places. പറഞ്ഞു ദേശത്ത് മഴ As we saw 2 Chronicles 7:40, പെയ്യാതെ when my ഞാൻ people will humble themselves മാറ്റിവെക്കും, and seek my നിങ്ങളുടെ face, ദേശം I will bless them. വരണ്ടു പോകും. Hallelujah. പലയിടത്തും നമ്മൾ ഇത് വായിക്കുന്നു. I will pour out my rain.
I will give them rain in the time എന്റെ of rain. ജനം താഴ്മയോടെ എന്റെ മനസ്സ് എന്റെ മുഖം And let them അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ And അവരെ I will send അനുഗ്രഹിക്കും. them the rain. ഞാൻ not turning to all those scriptures, ഞാൻ there's എന്റെ no മഴ time. അവർക്ക് പോയി. But this is the time of മഴയുടെ കാലത്ത് ഞാൻ അവർക്ക് we മഴ must അയക്കും. ask. How are we to അവരോട് ask? ചോദിക്കട്ടെ. Lord, send the rain. Not that ഞാൻ മഴ way. അയക്കും. By repenting. ആ വേദഭാഗങ്ങളിലേക്ക് turning ഞാൻ and തിരിക്കുന്നില്ല. returning to God. പക്ഷെ നമുക്കറിയുന്ന ഭാഗം മഴയുടെ That is the കാലത്ത് key. മഴയ്ക്ക് വേണ്ടി Many people talk about latter rain. എങ്ങനെയാകുന്നു ചോദിക്കേണ്ടത്? കർത്താവേ, നീ മഴ something that അയക്കണമേ God എന്നല്ല, should just send. പക്ഷേ മാനസാന്തരം Because it's the promise of നീരാവി God. നമ്മളിൽ നിന്ന് But remember, the ഉയരുമ്പോൾ promise of God is a മഴ പെയ്യും. repentance of God's people. ഇന്ന് അനേകർ പിന്മഴയെ കുറിച്ച് സംസാരിക്കുന്നു. And it's very clear in Acts ദൈവം chapter എങ്ങനെയോ 3. അവിടെ നിന്ന് അയക്കേണ്ടത് ദൈവത്തോട് കൽപ്പിച്ച് Repent കിട്ടേണ്ട and ഒരു be converted. മഴയാകുന്നു എന്ന് പലരും ചിന്തിക്കുന്നു. In order that പക്ഷേ God may send ദൈവത്തിന്റെ rain. വാഗ്ദത്തം നിറവേറാൻ പോകുന്നത് In order that God may ഭൂമിയിൽ send നിന്നൊരു rain. മാനസാന്തരത്തിന്റെ നീരാവി ഉയരുമ്പോഴാണ്. My dear brothers and sisters, no repentance, മാനസാന്തരപ്പെട്ട് no തിരിക. rain. ആകയാൽ If there are യഹോവയുടെ no സന്നിധിയിൽ vapors നിന്ന് ascending നിങ്ങൾക്ക് into this ആശ്വാസകാലം ലഭിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, You know, the clouds will not come down. മാനസാന്തരമില്ലെങ്കിൽ മഴയില്ല. You know, it says verse 28 in Job 36, it says, which the clouds മാനസാന്തരത്തിന്റെ do drop and മഴ distill upon man നീരാവി abundantly. ഉയരുന്നില്ലെങ്കിൽ പിന്മഴ ഇല്ല, മേഘങ്ങളില്ല. 28-ാം വാക്യം. Hallelujah. Job 36 and 28. So it's very important. യോബ് If we want 36:28. rain in these last days, the scriptures, the prophet says, ask for rain in the time of rain. മേഘങ്ങൾ അവയെ, And this is the time of rain, ഈ മഴ, that the harvest may become mature. ഈ നീരാവി ഉണ്ടെങ്കിൽ dear മാത്രമേ brothers and sisters, മേഘങ്ങളിൽ നിന്ന് May God really help അവ us. ചൊരിയുവാൻ കഴിയും. So many in the church world today, ഇത് മഴയുടെ കാലമാ പ്രിയമുള്ളവരെ. they are filled with fear. അങ്ങനെ They don't മാത്രമേ want to take ഈ steps. കൊയ്ത്ത്, ഈ വിളവ് forward. അതിന്റെ പക്വതയിലേക്ക് They വളരുകയും. are fearful. ഇന്ന് അനേകർ Yes. ഭയപ്പെട്ട് They have a fear of uncertainty. ഭയത്താൽ ജീവിക്കുന്നു. So they live a ഭയഭരവേശരായി certain life. So many in the church world are filled with fear അവർ of the unknown. അനിശ്ചിതമായ കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു. So they settle അവരുടെ down with the rest. സ്ഥിരമായും സ്വസ്ഥമായ ജീവിതത്തെ Now, the അനിശ്ചിതമാക്കുന്ന reason why many കാര്യത്തെക്കുറിച്ച് are ഭയപ്പെടുന്നു. settled with fear is അഗ്നിയെക്കുറിച്ചുള്ള ഒരു ഭയം. they are no അതുകൊണ്ട് longer അവർ meditating upon അതിൽ God's word പടിവെക്കാതെ as they should. മിക്ക With an open പേരോടുകൂടെ heart. അവർ തൃപ്തരായി ജീവിക്കുന്നു. ഇന്ന് അനേകർ ഭയപ്പെടാനുള്ള കാരണം They are not meditating upon God's word with an open heart. അവർ ആ ദൈവം ഇച്ഛിക്കുന്നത് പോലെ ദൈവവചനത്തെ You know, instead ധ്യാനിക്കുന്നില്ല. of അതുകൊണ്ടാണ് with an ഭയം open വരുന്നത്. heart meditating on His written word, ഒരു തുറന്ന ഹൃദയത്തോടെ ദൈവവചനം അവർ ധ്യാനിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ ഭയം വരുന്നത്. they keep thinking on negative things, and thus they are thinking on തുറന്ന things what the മനോഭാവത്തോടെ enemy brings into their mind. ധ്യാനിക്കുന്നതിന് പകരം जो है नकारात्मक चीजों को सोचते रहते हैं और वो जो शत्रु उनके जीवन के अंदर लेके आता है उसी पे How can I live this life? कि मैं ऐसा जीवन कैसे It may not be possible for me. ശത്രു അവരുടെ ജീവിതത്തിൽ You know, their meditation is not on God's word, ദൈവവചനം അവരുടെ but അവർ their ചിന്തിക്കാത്തത് meditation is കൊണ്ട് on ശത്രുവിന്റെ the words of ചിന്തകൾ അവർ enemy. ചിന്തിക്കുന്നു. शत्रु के वचन पे उन എനിക്കിങ്ങനെ എങ്ങനെ And I want to ജീവിക്കാൻ tell all my കഴിയും? young brothers and സാധ്യമാണ്. sisters, जवान भाई बहनों से मैं कहना Satan ദൈവവചനമല്ല will അവർ say that to your ധ്യാനിക്കുന്നത്. mind. और शैतान जो I am struggling, it's difficult, it's hard for me. ശത്രുവിന്റെ വാക്കുകളെയാണ് അവർ ചിന്തിക്കുന്നത്, അവർ It is ധ്യാനിക്കുന്നത്. difficult, it's hard for me. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സോട് ഇത് നിങ്ങൾക്ക് God ബുദ്ധിമുട്ടായത് can എനിക്ക് help us. കഷ്ടമാണ്, Go ഇതെനിക്ക് to God. ബുദ്ധിമുട്ടാണ്. Go to your Savior. പക്ഷെ ഓർത്തുകൊള്ളുക, Seek His face. ദൈവത്തിന് And He നിങ്ങളെ will help സഹായിക്കാൻ കഴിയും. In some areas of your ദൈവത്തിലേക്ക് lives, പോ. it will not be overnight നിങ്ങളെ victories, രക്ഷിച്ച രക്ഷകനിലേക്ക് നിങ്ങൾ പോ. but it shall be അവന്റെ step മുഖം by step. അന്വേഷിക്കുക. അവൻ നിങ്ങളെ We need to know സഹായിക്കും. that.
I want to encourage you നിങ്ങളുടെ tonight. ജീവിതത്തിന്റെ ചില Do മേഖലകളിൽ not meditate on what ഒറ്റ Satan ദിവസം says. ഒറ്റ രാവിൽ കിട്ടുന്ന വിജയമല്ലായിരിക്കും. Do not പക്ഷെ meditate on what the പടിപടിയായി enemy നിങ്ങളുടെ ജീവിതത്തിൽ അത് says. അനുഭവിക്കാൻ കഴിയും. അത് നിങ്ങൾ അറിയണം, തിരിച്ചറിയണം. ഇന്ന് രാത്രി But നിങ്ങളെ meditate on പ്രോത്സാഹിപ്പിക്കാൻ what God ആഗ്രഹിക്കും. says. സാത്താൻ പറയുന്നതിലല്ല If നിങ്ങൾ God says to ധ്യാനിക്കേണ്ടത്. you, you are called ശത്രു according to His പറയുന്നതല്ല നിങ്ങൾ purpose. ധ്യാനിക്കേണ്ടത്. God has saved you ദൈവം to ദൈവം experience the പറയുന്നത് full നിങ്ങൾ ധ്യാനിക്കണം. salvation. ദൈവം നിങ്ങളോട് പറയാ, You please believe God. അവന്റെ ഉദ്ദേശത്താൽ നിന്നെ Don't വിളിച്ചിരിക്കുന്നു എന്ന് believe നിങ്ങളോട് the പറ. whispering of the enemy ദൈവം which നിന്നെ says, ഉദ്ദേശിച്ചാൽ. have God said? അവന്റെ പൂർണ്ണ നിർണയത്താൽ നിന്നെ നിന്നെ Do you വിളിച്ചിരിക്കുന്നു. think it's possible with you? നിന്നെ പൂർണ്ണ This രക്ഷയിലേക്ക് man നിന്നെ will preach വിളിച്ചിരിക്കുന്നു every എന്ന് Sunday like ദൈവവചനം this. പറയുമ്പോൾ നിങ്ങൾ അത് Every വിശ്വസിക്കും. Wednesday he will tell you. പിശാച് നിങ്ങൾ But do you ദൈവം think it's നിങ്ങളോട് അങ്ങനെ possible? പറഞ്ഞിട്ടുണ്ടോ എന്ന He നുണയെ wants to വിശ്വസിക്കരുത്. frustrate you, അത് നിങ്ങൾക്ക് സാധിക്കുമോ? bringing your carnal mind to ഈ meditate on what he is സഹോദരൻ saying. പ്രസംഗിക്കും. എല്ലാ Listen ബുധനാഴ്ച to ഇങ്ങനെ God's നിങ്ങളോട് word പറയും. tonight, my young പക്ഷേ brother, നിങ്ങൾക്ക് തോന്നുന്നത് sister. സാധ്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തെ Please listen. നിരാശപ്പെടുത്താൻ Let's ആഗ്രഹിക്കുന്നു not meditate on what എന്ന് the പറഞ്ഞ് natural പിശാച് നിങ്ങളെ mind and the നിരുത്സാഹിപ്പിക്കുമ്പോൾ, evil one would say to പ്രിയമുള്ളവരെ, us. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. പിശാചിന്റെ നുണയല്ല നിങ്ങൾ കേൾക്കുന്നത്. Faith is a spiritual force, remember. Faith is a spiritual force. ശത്രുവും നിങ്ങളുടെ സ്വന്തം And മനസ്സും fear is also പറയുന്നതല്ല spiritual നിങ്ങൾ force. ചിന്തിക്കേണ്ടത്. Yeah. വിശ്വാസം എന്നതോ ആത്മീക ശക്തിയാണ് എന്ന് Don't ഓർത്തുകൊള്ളുക. വിശ്വാസം എന്നതോ ഒരു ആത്മീയ Please ശക്തിയാണ്. understand that. അതുപോലെ തന്നെയാണ് ഭയവും ഒരു ആത്മീയ Faith comes ശക്തിയാണ്. by hearing the word of God. അതോ മറക്കരുത്. Yes. I want വിശ്വാസം to tell ഒരു you one thing. Listen ആത്മീയ carefully. ശക്തിയാകുന്നത് പോലെ If തന്നെയാണ് faith comes by the word of ഭയവും ഒരു God, ആത്മീയ ശക്തിയാണ്. വിശ്വാസം വരുന്നത് ദൈവവചനത്തിന്റെ Fear comes by കേൾവിയാലാകുന്നു. hearing the words of the enemy. ശ്രദ്ധിച്ച് കേൾക്ക, ഒരു കാര്യം ഞാൻ പറയട്ടെ. From the evil one. വിശ്വാസം എന്നതോ ദൈവവചനത്തിന്റെ കേൾവിയാൽ വരുന്നുവെങ്കിൽ From ഭയമോ unbelief. Yes. ഭയമോ നിന്റെ ജീവിതത്തിൽ വരുന്നത് പിശാചിന്റെ ശത്രുവിന്റെ Faith നുണ comes by കേൾക്കുമ്പോഴാണ്. hearing and hearing by the പിശാചിന്റെ word of God. നുണ കേൾക്കുമ്പോഴാണ് ഭയം വരുന്നത്, അവിശ്വാസം കടന്നു വരുന്നത്. Whereas fear comes by hearing the voice of the enemy. The words വിശ്വാസം of എന്നതോ the devil. ദൈവവചനത്തിന്റെ കേൾവിയാൽ The words of the വരുന്നുവെങ്കിൽ evil one. ഭയമോ ശത്രുവിന്റെ It comes വാക്കുകളെ from കേൾക്കുമ്പോൾ unbelief. വരുന്നതാണ്. Unbelief. Had God said, പിശാചിന്റെ ശബ്ദത്തെ കേൾക്കുമ്പോൾ Had God said, നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്നത് Had God ഭയമാ. said, പ്രിയമുള്ളവർ, ശത്രുവിന്റെ വാക്കുകൾ നമ്മളെ ഉള്ളിൽ I ഭയം want to ഉളവാക്കും. encourage you. As much as അവിശ്വാസത്തിൽ I want to ഉളവാക്കും. encourage myself. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? The ദൈവം deceiver, പറഞ്ഞിട്ടുണ്ടോ? will ദൈവം അത് bring നിറവേറ്റുമോ? these and cause you and me to meditate on what he എനിക്ക് says. നിങ്ങളോട് പറയാനുള്ളത്, Please. ഞാൻ എന്നെ ഉത്തേജിപ്പിക്കുന്നത് പോലെ നിങ്ങളോട് Now, പറയാനുള്ളത്, you may read your morning devotion. You may read your ഇങ്ങനെയുള്ള morning ചിന്തകൾ devotion. നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് പിശാച് You ഈ may read your ദുഷ്ടമായ scripture portion in കാര്യങ്ങളെ the morning. ചിന്തിച്ച് ധ്യാനിപ്പാൻ പ്രേരിപ്പിക്കും. But the rest of the day you are meditating നിങ്ങൾ what the രാവിലെ enemy says. നിങ്ങളുടെ രാവിലത്തെ ധ്യാനത്തിന്റെ വാക്കുകൾ നിങ്ങൾ What is the വായിക്കും. use? നിങ്ങൾ രാവിലെ വേദഭാഗങ്ങൾ വായിക്കുമായിരിക്കും. I am challenging myself with this word. പക്ഷെ It's a challenge for all of ദിനം us. മൊത്തം പിശാച് What are പറയുന്ന you വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത്, ധ്യാനിക്കുന്നത്. cometh by നിങ്ങൾ hearing രാവിലെ വായിച്ച് And ധ്യാനിച്ച hearing കാര്യം കൊണ്ട് by എന്ത് the word പ്രയോജനം? of God. ഞാൻ ഈ വാക്കുകളാൽ എന്നെ തന്നെ ഉത്തേജിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും ഉത്തേജിപ്പിക്കുന്ന Both വാക്ക്. faith എന്താകുന്നു നിങ്ങൾ and fear ധ്യാനിക്കുന്നത്? വിശ്വാസം have a എന്നതോ voice behind ദൈവവചനത്തിന്റെ കേൾവിയാൽ വരുന്നതാകുന്നു. Please remember that. Both faith വിശ്വാസവും ഭയവും and fear അതിന്റെ പിന്നിൽ have ഒരു a voice ശബ്ദമുണ്ട്. behind it. വിശ്വാസത്തിന്റെയും God said it? ഭയത്തിന്റെയും പിന്നിൽ ഒരു Is it ഒരു possible ഒരു for you? ശബ്ദം. Do you think you can grow to maturity? വിശ്വാസത്തിന്റെ പിന്നിൽ ഒരു ശബ്ദമുണ്ട്. അതുപോലെ തന്നെ That negative ഭയത്തിന്റെ പിന്നിലും voice, ഒരു ശബ്ദമുണ്ട്. you better detect it is not from God. സാധിക്കുമോ? ഇത് ദൈവം. That voice is a നിങ്ങൾക്ക് voice from the പക്വതയിലേക്ക് നിങ്ങൾക്ക് enemy. വളരാൻ കഴിയുമോ? ആ ശബ്ദം, ആ നെഗറ്റീവായിട്ടുള്ള ശബ്ദം, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് പിശാചിൽ നിന്നുള്ളതാകും.
I have called you. ശത്രുവിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ വരുന്ന ശബ്ദമാണത്. ഓർത്തുകൊള്ളുക. I have saved you with a purpose. Keep hearing God. Keep hearing His വിശ്വാസത്തിന്റെ voice. പിന്നിലും ഒരു ശബ്ദമുണ്ട്. ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വേർപെടുത്തിയിരിക്കുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഒരു ഉദ്ദേശത്താൽ ഞാൻ നിന്നെ രക്ഷിച്ചു. ആ ശബ്ദത്തെ കേൾക്കുന്തോറും, ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്തോറും The right voice നിന്റെ and the wrong ഉള്ളിൽ voice. വിശ്വാസം വളരും, വർദ്ധിക്കും. Yes. So, It is ഈ depending ശബ്ദത്തെ upon തിരിച്ചറിയേണ്ട me ഉത്തരവാദിത്തം and you. ആർക്കുണ്ട്? നാം ഓരോരുത്തരെയും. What voice am I giving myself to? ശരിയായ ശബ്ദവും തെറ്റായ young brothers ശബ്ദവും and തിരിച്ചറിയേണ്ട sisters, ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും. I am telling you this with all honesty. നാം Your ഓരോരുത്തരുടെയും victory is in your അത് hands. ബന്ധിച്ചിരിക്കുന്നു. Because He ഏത് wants to ശബ്ദത്തിനാണ് give ഞാൻ you ചെവി victory. കൊടുക്കുന്നത്? എന്റെ wants പ്രിയമുള്ളവരെ, to deliver you. യുവാക്കന്മാരെ, ഞാൻ സ്നേഹത്തോടും There's നിങ്ങളോട് only പറയുന്നു, one door you have to നിങ്ങളുടെ knock. ജയം നിന്റെ കരങ്ങളിലാണ്, നിന്റെ Not കരങ്ങളിലാണ്. many doors. ദൈവത്തിന് നിനക്ക് ജയം നൽകാൻ Know ആഗ്രഹിക്കുന്നു. that for ദൈവത്തിന് certainty നിങ്ങളെ and വിടുവിപ്പാൻ of ആഗ്രഹിക്കുന്നു. be assured in your heart, only one door you നിങ്ങൾ ഒരു need to വാതിൽ knock, മാത്രം and that door മുട്ടിയാൽ will മതി. be open to you. അനേക വാതിലുകൾ മുട്ടിന്റെ ആവശ്യമില്ല. പ്രിയം, ഓർത്തുകൊള്ളുക. Hallelujah. And that is the door of your Lord and my Lord. Not many doors. ഒരു വാതിൽ But the enemy will മാത്രം take you മുട്ടിയാൽ to many മതി. doors. ആ വാതിൽ മുട്ടിയാൽ ഏത് സമയത്തും അത് തുറക്കപ്പെടും. There's one നിന്റെ who said, ദൈവത്തിന്റെ വാതിൽ മുട്ടിയാൽ I am the മതി. door. മറ്റു വേറെ Don't miss വാതിലിന് മുട്ടിന്റെ ആവശ്യമില്ല. പക്ഷെ Don't ശത്രു നിങ്ങളുടെ reject ഉള്ളിൽ that door. മറ്റ് വാതിലുകളെ മുട്ടുവാൻ and go to many other doors. ഞാനാകുന്നു Those വാതിൽ doors എന്ന് will be പറഞ്ഞവന്റെ easily സന്നിധിയിൽ open to you. നിങ്ങൾ മടങ്ങുക. But they are doors of death. ആ വാതിലിനെ നിങ്ങൾ തിരസ്കരിക്കരുത്. There's only one ആ door. വാതിലിന് പകരം മറ്റു വാതിലിലേക്ക് പോകരുത്. Jesus said, I am the ആ door. വാതിലുകളൊക്കെ പെട്ടെന്ന് തന്നെ So തുറക്കപ്പെടുമായിരിക്കും. we are responsible to പക്ഷെ അതെല്ലാം hear മരണത്തിന്റെ the right voice. വാതിലുകളാ. ജീവന്റെ വാതിൽ So ഒന്ന് my brothers and മാത്രമേ ഉള്ളൂ. sisters, അത് ജീവന്റെ വാതിലാകുന്നു. you know, if we ഞാനാകുന്നു are ജീവൻ, choosing ഞാനാകുന്നു to hear വാതിൽ. the other voice, So, ശരിയായ ശബ്ദം Keep ourselves in the തിരിച്ചറിയേണ്ട realm of ഉത്തരവാദിത്വം fear. നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, in the realm of meditating of what that the enemy is saying. മറ്റേ ശബ്ദം കേൾപ്പാൻ ഞാൻ തുനിയുന്നുവെങ്കിൽ, Negative ഞാൻ all the time, താല്പര്യപ്പെടുന്നുവെങ്കിൽ, negative. ഭയത്തിന്റെ You are good for ഇടയിൽ nothing. ഞാൻ വസിക്കാൻ You cannot be ആഗ്രഹിക്കുന്നുവെങ്കിൽ, victorious. You cannot make it. This is ശത്രു not the പറയുന്നത് Lord. ധ്യാനിച്ചും അതിനെ Now there is no condemnation to them അതിനെ who are in Christ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, നീ ഒന്നിനും Holy കൊള്ളരുതാത്ത, Spirit will only നിനക്ക് convict you ഒരിക്കലും and ജയിക്കാൻ never കഴിയില്ല, condemn you. നിനക്കൊരിക്കലും എത്താൻ കഴിയുകയില്ല. ഇത് ദൈവത്തിന്റെ ശബ്ദമല്ല. Yes. യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരിക്കലും You don't have to live in guilt. You don't have to live in condemnation. That is the voice of the enemy of your soul. Please. നിങ്ങൾ കുറ്റബോധത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ If കുറ്റബോധത്തിൽ I am തുടരേണ്ട listening to the ആവശ്യമില്ല. voice of the enemy and meditating on what he നിങ്ങൾ says, എപ്പോഴും then കുറ്റം I need to വിധിക്കുന്നവൻ repent in my heart. ദൈവമല്ല, പിശാചാകുന്നു. I want to say one thing. ഞാ- The times that we are going through pushes you ഞാൻ and me ദൈവ to that ശബ്ദത്തിന് realm. പകരം ഞാൻ പിശാചിന്റെ ശബ്ദമാണ് എപ്പോഴും കേൾക്കുന്നു The എങ്കിൽ, ഞാൻ situations are real. മാനസാന്തരപ്പെട്ട് യഹോവയെങ്കിലേക്ക് മടങ്ങി The വേണ്ട times ആവശ്യമുണ്ട്. are നമ്മൾ hard. പോകുന്ന ഈ കാലഘട്ടം The sorrow is real. The ആ pain is ഒരു real. തലത്തിലേക്കാണ് നമ്മളെ തള്ളി വിടുന്നത്. But remember one thing. We are not to meditate on what he says. Hallelujah. I know how difficult these days were for me. ഒരു കാര്യം ഓർത്തുകൊള്ളുക, But I want to encourage all of you. പിശാച് പറയുന്നതല്ല നമ്മൾ My ധ്യാനിക്കുന്നത്. brother and family. I want to encourage all the saints of God. ഇപ്പോൾ അതുകൊണ്ട് we should ഇപ്പോൾ not listen to the ക്രിസ്തുയേശുവിലുള്ളവർക്ക് voice, ഒരു that ശിക്ഷാവിധിയുമില്ല. negative voice, that voice of fear. റോമർക്കെതിരെ വാക്യം. That ഞാൻ voice ദൈവ that says ജനത്തോട് എനിക്ക് it's not പറയാനുള്ളത് possible. ഇതാകുന്നു, If I have heard ഭയത്തിന്റെയും given ആ myself, നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെയും അല്ല നമ്മൾ Remember one ധ്യാനിക്കേണ്ടത്, അതിനല്ല നമ്മൾ I need ഇടം to repent. കൊടുക്കേണ്ടത്. and I did that today.
I said, Lord, help me. Forgive me. How often things ഞാൻ ആ ഒരു turn that ശബ്ദത്തിന് way. ഞാൻ ചെവി കൊടുത്ത് ഞാൻ യഹോവയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ മാനസാന്തരപ്പെടുവേ. I had to be determined in my life. We ദൈവമേ, നീ must എന്നോട് turn ക്ഷമിക്കണമേ. from that wrong voice to the right voice. I want to tell you, he is very ഞാൻ subtle. മടങ്ങി വരേണ്ട He is ആവശ്യമുണ്ട്. very subtle. എന്റെ ജീവിതത്തിൽ ഒരു Remember, the word of God നിശ്ചയത്തോടെ is വരേണ്ട clear. ആവശ്യമുണ്ട്. Faith cometh by hearing, hearing the word of God. തെറ്റായ ശബ്ദത്തിൽ നിന്ന് Hallelujah. യഥാർത്ഥ ശബ്ദത്തിലേക്ക് തിരിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. And I must practically in my day-to-day life, I have to do that. വിശ്വാസം So my എന്നതോ brothers and sisters, ദൈവവചനത്തിന്റെ What are we meditating? കേൾവിയാൽ ആകുന്നു what is വരുന്നത്. on going through your head? എന്റെ ദൈനംദിന Is it ജീവിതത്തിൽ something ഞാൻ of faith? വ്യക്തിപരമായി Is something of ഞാൻ God's word? തെരഞ്ഞെടുക്കേണ്ട ഒരു Or is പടിയായിരുന്നു. something negative? It's difficult. നമ്മുടെ മനസ്സിൽ, നമ്മുടെ We cannot. ചിന്തയിൽ നമ്മൾ I എന്താണ് don't think I ചിന്തിക്കുന്നത്? can. Why God allows? വിശ്വാസത്തിന്റെ Why God കാര്യമാണോ did? ചിന്തിക്കുന്നത്? I want to ദൈവവചനമാണോ tell you, നമ്മൾ you meditate ചിന്തിക്കുന്നത്? more on that, you will go down. ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യമാണോ lose ചിന്തിക്കുന്നത്? your faith. ഇത് ബുദ്ധിമുട്ടാ. You will എനിക്ക് lose your സാധ്യമല്ല. faith. എനിക്കിത് കഴിയുമോ എന്ന് തോന്നില്ല. എങ്ങനെ ബാധിക്കും? Please, my humble request to ആ all my ചിന്തകൾ brothers and നിങ്ങൾ sisters, അധികം ധ്യാനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾ വീഴും. that God will send refreshing rains upon എന്റെ വിനീതമായ പ്രാർത്ഥന ഇതാണ്. മാനസാന്തരം I just want to turn us to the book of ആവശ്യമാണ് Amos. പ്രിയമുള്ളത്. Hallelujah. അങ്ങനെ അവൻ ആശ്വാസകാലം നമ്മുടെ ജീവിതത്തിൽ അയക്കും. ആമോസിന്റെ പ്രവചനത്തിലേക്ക് ഒന്ന് തിരിയാൻ ആഗ്രഹിക്കുന്നു. ആമോസിന്റെ പ്രവചനം Chapter 3 and verse 3. ആമോസ് Can two walk together except they be agreed? 3-ാം അധ്യായം എന്റെ 3-ാം വാക്യം. ആമോസ് 3:3. This is a scripture we all know. രണ്ടുപേർ തമ്മിൽ I'm going ഒത്തിട്ടല്ലാതെ to close ഒരുമിച്ച് with this നടക്കുമോ? scripture. Well, I may read 2 more scripture, but I won't explain. You know, the Moffat translation നമുക്ക് അറിയുന്ന ഒരു says, വേദഭാഗമാണിത്. Moffat. ഈ ഒരു വേദഭാഗം It വായിച്ചിട്ട് ഞാൻ says, അവസാനിപ്പിക്കാം. do men travel together unless they have planned it? രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുവാൻ സാധിക്കുമോ? Do men travel together unless they have planned it? और दो व्यक्ति तभी यात्रा कर सकते हैं कि जब वे क्या जो दो व्यक्ति साथ यात्रा कर सकते हैं बिना ആലോചിച്ച് ഉറയ്ക്കാതെ രണ്ടുപേർ Do men travel together unless they have planned it? ആലോചിച്ച് ഉറയ്ക്കാതെ രണ്ടു പേർക്ക് ഒരുമിച്ച് Yes. യാത്ര ചെയ്യുവാൻ കഴിയുമോ? It's a beautiful translation. The Living Bible translation says, ആലോചിക്കാതെ രണ്ടുപേർക്ക് ഒരുമിച്ച് For how നടക്കാൻ can കഴിയുമോ? we walk ആലോചിച്ച് together ഒരുക്കാതെ ഇരുന്നാൽ with രണ്ടുപേർക്ക് your sins ഒരുമിച്ച് between നടക്കാൻ us? കഴിയുമോ? how can we two travel together? हम कैसे एक साथ परस्पर चल सकते हैं? Yeah, with our sins between us. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ Sins, ഉണ്ടെങ്കിൽ पाप बिना पाप नहीं पाप बीच में രണ്ടുപേരുടെ ഇടയിൽ പാപമുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ बीच में पाप ഒരുമിച്ച് रहते നടക്കാൻ हुए കഴിയും? हम कैसे यात्रा कर सकते? രണ്ടുപേരുടെ ഇടയിൽ Yes, പാപമുണ്ടെങ്കിൽ पाप के साथ पाप- और पाप बीच में रखते हुए നടുക്കുണ്ടെങ്കിൽ हम ഒരുമിച്ച് कैसे എങ്ങനെ यात्रा നടക്കാൻ कर सकते കഴിയും? हैं? അവരുടെ മധ്യത്തിൽ പാപമുണ്ടെങ്കിൽ എങ്ങനെ ഒരുമിച്ച് Yes. നടക്കാൻ കഴിയും എന്നാണ് No, this is what Living Living Bible Bible says. തർജ്ജമയിൽ എഴുതിയിരിക്കുന്നത്. If you agree with the words of the enemy, यदि आप शत्रु के वचन से या शब्द से सहमत हैं then you will walk with him. तो फिर आप उसके साथ चलेंगे. If you are thinking his thoughts, यदि उसके विचार आप विचार करते हैं hath God said? कि क्या परमेश्वर ने कहा है, Do you think God can? क्या परमेश्वर ऐसा कर सकते हैं? നീ You know, if you are listening to പിശാചിനോട് him, നിങ്ങൾ പൊരുത്തി നടന്നാൽ, remember you are walking with him. അവന്റെ ചിന്തകളോട് കൂടെ നടന്നാൽ
പിശാചിനോട് ഒത്തൊരുമിച്ച് പോയാൽ, നിങ്ങൾ പിശാചിനോട് കൂട്ടുചേർന്ന് പോയാൽ, the one with whom you are talking is the one with whom you are walking. जिसके साथ आप बातचीत कर रहे हैं, आप Please, it's white and black. Listen carefully. बहुत स्पष्ट है, सफेद और काले के समान। If you agree with the words of the evil one, what he is saying, it's not possible. ആരോട് It's കൂടെ difficult for you. സംസാരിക്കുന്നു, I don't think അവരോട് you can കൂടെയാണ് make it. നടക്കുന്നത്. You are thinking and you are thinking പറയുന്നത് that ശ്രദ്ധിച്ച് കേൾക്കുക. you are ആരോട് walking with കൂടെയാണ് him. നിങ്ങൾ സംസാരിക്കുന്നത്, അവരോട് കൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. जो कि सारी नकारात्मक हैं, सारी झूठी बातें, यदि आप उसको सुन रहे हैं और तो उसके साथ चल भी रहे हैं। നിങ്ങൾ ആരോട് കൂടെയാണ് But if that is true, ഒത്തിട്ട് if you നടക്കുന്നത്? agree with God's word, പിശാചിന്റെ വാക്കുകളോടാണ് ഒത്തിട്ട് നടക്കുന്നത്, if you agree with ഇല്ലെങ്കിൽ what he ദൈവത്തിന്റെ says, വാക്കുകളോടാണ് ഒത്തിട്ട് നടക്കുന്നത്. you will walk with God. इसका मतलब आप परमेश्वर के साथ चल रहे हैं You meditate on what he says. और जो वो कह रहा है Lord, you have called me, പിശാച് പറയുന്നതോട് difficult, I know. ഒത്തൊരുമിച്ച് പോയാൽ but I believe your word, Lord. ദൈവത്തോടു You കൂടെ have spoken to me on പിശാചിനോട് Wednesday. കൂടെ നടക്കും. Today morning also, പിശാച് in the പറയുന്നത് meditation, ധ്യാനിക്കുകയും, Lord. നീ I എന്നോട് heard you വിളിക്കും. on Sunday. मैंने सर विवाद को सुना I പക്ഷെ know, Lord, it's ദൈവത്തോടു കൂടെ difficult. But I know it's possible with ദൈവത്തോടു you. കൂടെ നടക്കുകയും You know with whom you are ദൈവത്തിന്റെ walking? വചനത്തെ ധ്യാനിക്കുന്നു. You are walking with the ദൈവമേ, Lord. നീ- You are ഞാൻ talking നിന്നെ with him. ഞായറാഴ്ച You are walking with him. ഇത് And I ബുദ്ധിമുട്ടാണെന്ന് want to tell you എനിക്കറിയാം. and challenge you, it's a reality പക്ഷെ in ഇത് your നിന്നെ day-to-day life. സാധ്യമാണ്. നിങ്ങൾ Hallelujah. ആരോട് കൂടെ അങ്ങനെ നടക്കുന്നു എന്നറിയോ? നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കുന്നു, Please. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു, നിങ്ങൾ അവനോട് കൂടെ ഒത്തൊരുമിച്ച് നടക്കുന്നു. He's a practical way. ദൈവത്തോടു that കൂടെ we can be നടക്കണമെങ്കിൽ changed. അവനോട് കൂടെ ഒത്തൊരുമിച്ച് നടക്കണം, സംസാരിക്കണം. You agree with God's എന്നിട്ടല്ലാതെ word. നമുക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയുകയില്ല. You say to God what he is saying to you രണ്ടു പേർ തമ്മിൽ and say, Lord, I agree with your word. ഒത്തിട്ടല്ലാതെ Lord, you ഒരുമിച്ച് can change നടക്കാൻ my mind. കഴിയുകയില്ല. ഞാൻ You can ദൈവവചനത്തോട് change ഞാൻ my thoughts. അംഗീകരിക്കുകയും You can change my desires. ദൈവം നിങ്ങളോട് സംസാരിച്ച You know with whom you കാര്യങ്ങൾ are walking? അവനോട് മടക്കി പറയുമ്പോൾ, കർത്താവേ, Walking with നീ God. പറയുന്നത് ശരിയാണ്, ഞാൻ But if വിശ്വസിക്കുന്നു. you say, I എന്റെ cannot be മനസ്സിനെ changed. മാറ്റാൻ നിനക്ക് It's കഴിയും, very difficult. എന്റെ ചിന്തകളെ Oh, he will നിനക്ക് come and മാറ്റാൻ say, കഴിയും, yeah, very true. എന്റെ ആഗ്രഹങ്ങളെ तुम्हारे മാറ്റാൻ से നിനക്ക് नहीं हो കഴിയും. पाएगा. तुम दूसरा നിങ്ങൾ church ढूंढ लो. അങ്ങനെ ആകുന്നു, നിങ്ങൾ You look ആരോട് for കൂടെ another നടക്കണമെന്നറിയോ? church. In this church you cannot live. പക്ഷെ You എനിക്ക് know with മാറ്റാൻ whom you are കഴിയില്ല, walking? ഇത് ബുദ്ധിമുട്ടാ. You're walking with the one who tells lies. ആ പിശാച് നിങ്ങൾ പറയും, You are ശരിയാ, walking with the നിങ്ങൾക്ക് നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. നീ You വേറെ സഭ നോക്ക്, നീ ഒരു വേറെ സഭ I നോക്ക്. have to choose. ഈ സഭയിൽ നിനക്ക് With ഒരിക്കലും whom ജീവിക്കാൻ are we in കഴിയില്ല. agreement? With whom you are in agreement, you will walk നുണ together with that പറയുന്നതിനോട് കൂടെ person. നിങ്ങൾ ചേർന്ന് നടക്കുന്നു. നിങ്ങൾ ഇന്ന് Remember തിരഞ്ഞെടുക്കുക, one thing. ആട് You are ശബ്ദം walking and talking സ്വീകരിക്കുകയും with the one you ആട് agree കൂടെ with. നിങ്ങൾ ഒത്തൊരുമിച്ച് നടക്കും. Hallelujah. If you agree with God, ഓർത്തുകൊള്ളുക, you will talk with him. നിങ്ങൾ And you will നടക്കുകയും walk with നിങ്ങൾ സംസാരിക്കുകയും. But if you do not, നീ remember, ആരോട് കൂടെ ഒത്തൊരുമിക്കുന്നു, you are only അവനോട് agreeing കൂടെയായിരിക്കും with the നിങ്ങൾ enemy, നടക്കുന്നത്. the liar of ദൈവത്തോട് and കൂടെ deceiver നടക്കുന്നു, and destroyer അവനോട് കൂടെ of our lives, സംസാരിക്കുകയും അവനോട് കൂടെ നടക്കുകയും ചെയ്യും. and that is a ഇല്ലെങ്കിൽ covenant of death. പിശാച് പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കുകയും അത് ധ്യാനിക്കുകയും അവൻ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കൊലവാളിയാണ്. When I walk with God, അവന്റെ പക്കൽ മരണത്തിന്റെ ഉടമ്പടിയാണ്. I may not be an overcomer in all my areas. I am not an overcomer in all the areas of my life, I want to tell you. ഞാൻ ദൈവത്തോടുകൂടെ നടക്കുന്നുവെങ്കിൽ, But അവൻ I have an പറയുന്നവരോട് agreement with പൊരുത്തപ്പെട്ടു God. പോകുന്നുവെങ്കിൽ, And കർത്താവേ, I ഞാൻ want to നിന്നെ എന്റെ remain in ജീവിതത്തിൽ agreement with സമർപ്പിക്കുന്നു. God. Lord, എന്റെ I believe ജീവിതത്തിലെ your എല്ലാ word. മേഖലകളിലും ഞാൻ I am not there ജയിച്ചിട്ടില്ല, yet. കർത്താവേ, അതിജീവിപ്പാൻ I am not കഴിഞ്ഞിട്ടില്ല reached എന്ന് there yet. ദൈവസ്ഥ ഏറ്റു പറഞ്ഞു. Yet I agree ദൈവത്തോട് with your word. ദൈവത്തോട് I am trusting in your word. അവനോട് കൂടെ I am believing in you for victories. ഒത്തിട്ട് അവന്റെ വാക്കുകളോട് I know that areas where my victories will take കർത്താവേ, ഞാൻ time. എത്തിയിട്ടില്ല, പക്ഷെ ഞാൻ But നീ I പറയുന്ന maintain കാര്യങ്ങൾ that ഞാൻ posture of repentance. ഞാൻ ഏൽക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു, അത് You know one സത്യമാണ്. I am walking with him. I am walking with my എന്റെ Lord. ജീവിതത്തിൽ ചില കാര്യങ്ങൾ I am not perfect. ജയം ലഭിപ്പാൻ I am not an സമയമെടുക്കുമെന്നറിയാം, overcomer പക്ഷെ നിന്റെ വചനമാണ് But യാഥാർത്ഥ്യം. surely I am making progress. ഒരു കാര്യം അറിയോ, But അങ്ങനെ if I am ചിന്തിക്കുന്നെങ്കിൽ on the നിങ്ങൾ other ദൈവത്തോടുകൂടെ side, നടക്കുന്നു. I am in agreement with the enemy. ഞാൻ പൂർണ്ണനായിട്ടില്ല കർത്താവേ, ഞാൻ The പൂർണ്ണനായി Lord says you വളർന്നിട്ടില്ല, can. പക്ഷെ And enemy ഞാൻ says വളരുന്നു. Enemy says പക്ഷെ you ഞാൻ cannot. മറുവശത്ത് നിന്ന്
പിശാചിനോട് The tenth എല്ലാ verse says, അവന്റെ "We cannot." വാക്കുകളോട് ഞാൻ പൊരുത്തപ്പെട്ട് But what did God say? യോജിച്ച് നടക്കുന്നുവെങ്കിൽ You are able. പിശാച് പറയുന്നു നിനക്ക് സാധിക്കുകയില്ല. ഞാൻ അതിനോട് യോജിച്ച് ചിന്തിക്കുന്നു. പിശാച് Parmeshwar പറയുന്നു ye നിനക്ക് kaha. സാധിക്കുകയില്ല. But they could not accept it. ആ 10 പേര് പറഞ്ഞതുപോലെ 10 of സാധ്യമല്ല. them spoke death. പക്ഷെ 2 പേര് പറഞ്ഞു ദൈവവചനം ദൈവം ഞങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഇത് In the സാധ്യം. wilderness. പക്ഷെ 10 പേർക്ക് അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. But 2 walked. 10 പേര് മരണം സംസാരിച്ചു, മൃത്യു സംസാരിച്ചു. 2 walked in agreement with God. അവർ മരുഭൂമിയിൽ നശിച്ചു. Though they all were walking together. Majority was walking the way of death. അവർ ദൈവത്തോടുകൂടെ നടന്നു. But 2 of them were walking the way of life. അവർ വിശ്വസിച്ചു. അവർ ദൈവത്തോട് പൊരുത്തപ്പെട്ട് നടന്നു, യോജിച്ച് നടന്നു. ഭൂരിപക്ഷവും മരണത്തിന്റെ വഴിയിൽ നടന്നു. പക്ഷെ 2 പേർ ജീവന്റെ വഴിയിൽ നടന്നു. You are walking with God. You may not be in complete victory. You may have failures in your ഞാൻ life. ഇവിടെ അവസാനിപ്പിക്കട്ടെ. You may have weaknesses in your life. നാം ദൈവത്തോട് പൊരുത്തു പോകുന്നുവെങ്കിൽ, Lord, you can change. യോജിച്ചു പോകുന്നുവെങ്കിൽ You will give me നിങ്ങൾ victory. പൂർണ്ണ ജയത്തിൽ എല്ലായിരിക്കും നടക്കുക. You will help me to നിങ്ങളുടെ overcome. ജീവിതത്തിൽ പരാജയങ്ങൾ There's കാണുക, only one door I can knock, and that is you, and I will knock it all the time. പോരായ്മകൾ കാണുമായിരിക്കും. പക്ഷേ Knock and കർത്താവ് it shall നിനക്ക് be മാറ്റാൻ open. കഴിയും. Ask നീ and it എനിക്ക് shall ജയം be നൽകും. given. നീ അതിജീവിപ്പാൻ നീ എന്നെ സഹായിക്കും. Lord, കർത്താവ് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തട്ടുവാൻ മുട്ടുവാനുള്ളത്. അത് നിന്റെ വാതില, ഞാൻ എപ്പോഴും മുട്ടും. hearing him. നിങ്ങൾ will ചോദിച്ചാൽ bring നിങ്ങൾക്ക് faith ലഭിക്കും. in you. Hearing മുട്ടിയാൽ the അത് enemy will തുറക്കപ്പെടും. bring fear upon fear upon fear നിന്റെ ശബ്ദം ഞാൻ കേൾക്കും. and defeat അവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ After defeat. എന്റെ ഉള്ളിൽ വിശ്വാസമായത് after പഴകിയിരിക്കും. defeat. God has given you പക്ഷെ victory. ശത്രുവിന്റെ വാക്കുകൾ കേൾക്കുന്നു. called you to walk in ഭയത്തിന്റെ മേൽ ഭയത്തിന്റെ മേൽ ഭയം നമ്മുടെ So, ജീവിതത്തിൽ. brothers and sisters, I'm going to close tonight. പരാജയത്തിന്റെ പുറത്ത് Think പരാജയം, life. പരാജയത്തിന്റെ പുറത്ത് പരാജയം. ദൈവം Think നിങ്ങൾക്ക് life. വിജയം നൽകിയിരിക്കുന്നു. Yes. Yes. ആ ജയത്തിൽ നിങ്ങൾ നടക്കാനാണ് ദൈവം നിങ്ങളെ Don't വിളിച്ചിരിക്കുന്നത്. think death. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ജീവൻ ചിന്തിക്കുക. Talk life. ജീവൻ ചിന്തിക്കുക, മരണത്തെ ചിന്തിക്കരുത്. And talk not death. ജീവൻ സംസാരിക്കുക. So either you are talking death or you are talking life. Either you are thinking life or you are മരണത്തെ thinking death. സംസാരിക്കരുത്. Either you are walking life. ഒന്നെങ്കിൽ മരണത്തെ സംസാരിക്കുന്നു, ഇല്ലെങ്കിൽ ജീവനെ സംസാരിക്കുന്നു. You know, God, in all ഒന്നെങ്കിൽ this, ജീവൻ before ചിന്തിക്കുന്നു, God's people, ഇല്ലെങ്കിൽ മരണം I keep ചിന്തിക്കുന്നു. before you what? Life and death. Choose. ഒന്നെങ്കിൽ മരണത്തിൽ Just to the നടക്കുന്നു, ഇല്ലെങ്കിൽ scriptures, and I ജീവനിൽ close. നടക്കുന്നു. Deuteronomy chapter 30. Hallelujah. I thank God for God ദൈവം helping me ദൈവജനത്തിന്റെ and മുൻപിൽ helping me എപ്പോഴും to really ഞാൻ നിങ്ങളുടെ come out of മുൻപിൽ many things ജീവനും even today in my മരണവും വെക്കുന്നു. ആവർത്തന പുസ്തകം I thank God for that word that God gave to me today and for my own life. You know, Deuteronomy chapter 30 and verse 15. See, I have set before thee this എന്റെ day ജീവിതത്തോട് life ദൈവം ഇടപെട്ട് ഈ and good വാക്കുകൾക്കായി ഞാൻ ദൈവത്തെ and death and evil. ആവർത്തന പുസ്തകം 13-ാം അധ്യായം. Yes. Verse 19. I call heaven and earth to record this day against ഇതാ ഞാൻ you, നിങ്ങളുടെ മുൻപിൽ that I have set ജീവനും before മരണവും you life and വെച്ചിരിക്കുന്നു. death, blessing and cursing. Therefore choose life, that both thou and thy seed may live. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 15-16. Yes. Yes. Hallelujah. Proverbs chapter 18. ജീവനും മരണവും അനുഗ്രഹവും ശാപവും 18, നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. Death and life are in the power of the tongue, and that
and they that love it shall eat the fruit thereof. സദൃശ്യവാക്യം 18:21. और जो उसे काम में लाना जानता है वह उसका फल भोगेगा. 21, verse 21. जीव के वश में मृत्यु और जीवन दोनों हो. മരണവും Yes. ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ Yes. ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം Yes. അനുഭവിക്കും. My brothers and sisters, I close here tonight. Remember, as repentance and the prayers of repentance rise up in His presence, പ്രിയമുള്ളവരെ, it will turn out ഇവിടെ to ഞാൻ be അവസാനിപ്പിക്കട്ടെ. a rain from God's presence to bring His church into that harvest of the fullness of His life. ദൈവസന്നിധിയിൽ നീരാവി പോലെ മാനസാന്തരം ഉയരുമ്പോൾ, മാനസാന്തരത്തിന്റെ പ്രാർത്ഥന ഉയരുമ്പോൾ, യഹോവയുടെ That the സന്നിധിയിൽ times of refreshings. പിന്മഴയും God will send the rain in the time of rain. നമ്മളെ പക്വതയിലേക്ക് വളർത്തുവാൻ തക്കവണ്ണമുള്ള ഉണർവ് അവന്റെ സന്നിധിയിൽ, When ആശ്വാസകാലം God's അവന്റെ people will സന്നിധിയിൽ turn നിന്ന് and return വീഴുകയും and say, ചെയ്യും. Lord, your will. മഴയുടെ കാലത്ത് അവൻ മഴ അയക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാനസാന്തരം Your ആവശ്യമാണ്. mind. I want to tell you, there is going to be a heavy downpour. കർത്താവിലേക്ക് മടങ്ങി വരുമ്പോൾ, കർത്താവേ നിന്റെ ഹിതമാകട്ടെ എന്ന് സമർപ്പിച്ച് മടങ്ങി വരുമ്പോൾ, Heavy downpour നിന്റെ മനസ്സ് that will bring the harvest into maturity. അങ്ങനെയെങ്കിൽ Remember, യഹോവയുടെ സന്നിധിയിൽ is a നിന്ന് spiritual വലിയ ഒരു പിന്മഴ നമ്മൾ അനുഭവിക്കും. Fear is a spiritual force. ആ Faith comes കതിര് by hearing and അതിന്റെ hearing God's word. പക്വതയിലേക്ക് വളരുവാൻ തക്കോണം അത് Fear comes by listening to the voice of the enemy of our soul. വിളവ് കതിരല്ല വിളവ് Fear അതിന്റെ comes by listening പക്വതയിലേക്ക് to the voice of വളരുവാൻ സഹായിക്കും. the enemy of our soul. വിശ്വാസം വരുന്നത് ദൈവവചനത്തിന്റെ കേൾവിയാലാകുന്നു. And we are responsible to പക്ഷെ whom ഭയം we വരുന്നത് പിശാചിന്റെ listen to. വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ. Oh, may God help us. Can two travel together unless we have agreed? Whose voice are we meditating? നാം ആരുടെ Very ശബ്ദമാണ് നമ്മൾ practical, കേൾക്കാൻ so പോകുന്നത്? listen carefully. അതിന്റെ ഉത്തരവാദിത്വം നാം You ഓരോരുത്തരുടെ may മേലാണ്. read your Bible, you have your നമ്മൾ devotion. രണ്ടുപേര് ഒത്തൊരുമിച്ച് Where is your mind the whole day? ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ സാധിക്കുകയില്ല. With whom are you in agreement with? നമ്മൾ ആരോടാണ് May God save us. ഒത്തിരിക്കുന്നത്, May God save you, save me. യോജിച്ചിരിക്കുന്നത്? I am determined. നമ്മുടെ ജീവിതം, My നമ്മുടെ prayer മനസ്സ് every day is എവിടെയാണ്, this, Lord, എന്താണ് ചിന്തിക്കുന്നത്, ആരോടുകൂടെയാണ് I thank God for ഒത്തൊരുമിച്ച് the നടക്കുന്നത്? measure of deliverance God has ദൈവം നമ്മെ ministered to my own സഹായിക്കട്ടെ. soul today. എന്റെ ജീവിതത്തിൽ ഞാൻ നിശ്ചയിച്ചൊരു കാര്യം, കർത്താവ് നീ എന്നെ സഹായിക്കണമേ May എന്നാകുന്നു God എന്റെ help പ്രാർത്ഥന. all of us. All my young brothers and sisters, please listen carefully. Listen carefully. ഇന്ന് എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന വിടുതലിനായും ഞാൻ ദൈവത്തെ Meditate on സ്തുതിക്കും. what He says. Not meditating ഞാൻ on പറയുന്ന ഈ വാക്കുകളെ എന്റെ യുവതിയുവാക്കന്മാരെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ unbelief ശ്രദ്ധിച്ചു കേൾക്കുക. will rule your life. ദൈവം പറയുന്നത് നിങ്ങൾ ധ്യാനിക്കുക. When you hear God, faith will rule your life. ശത്രു പറയുന്നതല്ല നിങ്ങൾ ധ്യാനിക്കേണ്ടത്, പക്ഷേ യഹോവ പറയുന്നത് നിങ്ങൾ ധ്യാനിക്കുക. Let's look unto the Lord in prayer. ശത്രുവിന്റെ വാക്കുകൾ നിങ്ങളെ നശിപ്പിക്കും. Joe want to come പക്ഷെ forward. ദൈവത്തെ ധ്യാനിക്കുന്നുവെങ്കിൽ വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.